നമസ്കാരം. മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ബയോളജിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറേ മുൻകാല ചോദ്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് ഏറെ ചോദ്യങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി ഏവ? പല്ലിൻ്റെ ആന്തരഘടന തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് അല്ല, സ്റ്റേറ്റ്മെൻറ്റുകൾ, ജോഡികളൊന്ന് വായിക്കാം. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഇനാമൽ. ഡെൻഡൈൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. പൾപ്പ് ക്യാവിറ്റി, പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം. സിമൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജകല. അപ്പം ആദ്യത്തെ ചോദ്യം മനസ്സിലായല്ലോ. ആദ്യത്തെ ചോദ്യം പല്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് പല്ലിൻ്റെ സ്ട്രക്ചർ, ഘടന ജസ്റ്റ് ഒന്ന് നോക്കാം. പല്ലിൻ്റെ ഘടന ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇനി പല്ലിൻ്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ പല്ല് നമ്മൾ ആദ്യമായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണയ്ക്ക് മുകളിലുള്ള ഭാഗം, മോണയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, മോണയ്ക്ക് ഉള്ളിലുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ്? മോണയ്ക്ക് മുകളിലുള്ള ഭാഗം, മോണയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, മോണയ്ക്ക് ഉള്ളിലുള്ള ഭാഗം. ഓക്കെ, നമുക്ക് നോക്കാം. മോണയ്ക്ക് മുകളിലുള്ള ഭാഗം, അതായത് മോണയ്ക്ക് മുകളിലുള്ള ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് ദന്തമകുടം എന്ന് പറയും. ദന്തമകുടം എന്ന് പറയും. മോണയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഭാഗത്തിന് പറയുന്നതാണ് ദന്തഗളം. ദന്തഗളം. മോണയ്ക്ക് താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നതാണ് ദന്തമൂലം. ദന്തമൂലം. ഓക്കെ, അപ്പം പല്ലിൻ്റെ 3 ഭാഗങ്ങളാണ്. മോണയ്ക്ക് മുകളിലുള്ളത് ദന്തമകുടം, മോണയോട് ചേർന്ന് നിൽക്കുന്നത് ദന്തഗളം, മോണയ്ക്ക് താഴെ വരുന്ന ഭാഗം ദന്തമൂലം. ഓക്കെ, ഇനി പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇനാമൽ എന്ന് പറയും. മനസ്സിലായോ? പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന കലയാണ് ഇത്, ഇനാമൽ. ഇനാമൽ ഒരു ജീവനുള്ള കലയാണോ അതോ ഡെഡ് സെല്ലാണോ? ഒരു ലിവിങ് സെല്ലാണോ ഡെഡ് സെല്ലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനാമൽ ഒരു നിർജീവ കലയാണ്, അല്ലെങ്കിൽ അതൊരു ഡെഡ് സെല്ലാണ്. അപ്പോൾ ഇനാമലിൻ്റെ ഒരു പോയിന്റ് നമുക്ക് പഠിച്ചു. ഇതെന്ത് കലയാണ്? ഇത് നിർജീവ കലയാണ് നമുക്ക് പറയാം. മനസ്സിലായോ? അപ്പം ഇനാമൽ ഒരു ഡെഡ് സെല്ലാണ്. ഓക്കെ, ഇനാമൽ നമുക്കറിയാം എവിടെ സ്ഥിതി ചെയ്യുന്നു വെച്ചാൽ പല്ലിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന നിർജീവ കല ഏതാണെന്ന് വെച്ചാൽ ഇനാമൽ. ഇനാമലിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ ഇനാമലാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം, സ്ഥിരം ചോദ്യമാണ്. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം, ഫസ്റ്റ് ഓപ്ഷൻ കാൽഷ്യം കാണും, എന്നാൽ ഉത്തരം എന്തുവാ? ഫ്ലൂറിൻ. മനസ്സിലായോ? ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ കാൽഷ്യം കൊടുക്കരുത്. എന്താണ് ഉത്തരം? ഫ്ലൂറിൻ. ഓക്കെ, അതുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫ്ലൂറിൻ അടങ്ങിയിട്ടുള്ളത്. ടൂത്ത് പേസ്റ്റ് നമ്മൾ പല്ലിന്റെ ഏറ്റവും പുറമേ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ടൂത്ത് പേസ്റ്റിനകത്ത് എന്ത് കാണുന്നത്? ഫ്ലൂറിൻ്റെ അംശം കൂടുതലായി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിനാണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമായ ആസിഡ് ഏതാണെന്ന്. മുൻകാല ചോദ്യം തന്നെയാണ്. ഇനാമലിൻ്റെ നാശത്തിന് കാരണമായ ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇനാമലിൻ്റെ പ്രത്യേകതകൾ പഠിച്ചല്ലോ. ഇനി ഇനാമലിൻ്റെ താഴെയായി കാണപ്പെടുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല, അതാണ് എന്ത്? ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. ഡെൻറ്റൈൻ എന്ന് പറയും. മനസ്സിലായോ? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻറ്റൈൻ. ഓക്കെ, ഇനി ഡെൻറ്റൈൻ്റെ താഴെ കാണുന്നത്, അല്ലെങ്കിൽ പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗം കാണപ്പെടുന്നത്, അതാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയും.
പൾപ്പ് ക്യാവിറ്റി. ഈ പല്ലിന് വേണ്ടുന്ന രക്തക്കുഴലുകൾ, നാഡികൾ, ലിംബവാഹികൾ, അതേപോലെ ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ, ഇതെല്ലാം കാണപ്പെടുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾപ്പ് ക്യാവിറ്റിയിലാണ്. ഓക്കെ, പഴയ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാം നാഡികളും രക്തക്കുഴലുകളും കാണപ്പെടുന്ന പല്ലിന്റെ ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾപ്പ് ക്യാവിറ്റി. എന്നാൽ പുതിയ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2-3 പേര് കൂടെ അഡീഷണൽ കാണാം. എന്തൊക്കെയാ? രക്തക്കുഴലുകള്, നാഡികള്, ലിംഫ് വാഹികള്, അതേപോലെ ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ. ഓക്കെ, അപ്പം രക്തക്കുഴലുകൾ, നാഡികൾ, ലിംഫവാഹികൾ, ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങളൊക്കെ കാണപ്പെടുന്ന ഇവിടെ ഈ പൾപ്പ് ക്യാവിറ്റിയിലാണ്. ഈ ഓഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾക്ക് പറയുന്നതാണ് എന്ത്? ഓഡന്റോബ്ലാസ്റ്റ് കോശം. മനസ്സിലായോ? അപ്പം എന്താണ് ഓഡന്റോബ്ലാസ്റ്റ് കോശം? പല്ല് നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ഓഡന്റോബ്ലാസ്റ്റ് കോശം. ഓഡന്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. എന്തിനെ കുറിച്ചുള്ള പഠനം? പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. അപ്പൊ പല്ലുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചർ എല്ലാം പഠിച്ചല്ലോ. ഇനി പല്ല് മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു യോജക കലയുണ്ട്. പല്ലിനെ ആ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ് എന്ത്? സിമന്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓർത്താൽ മതി. സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് നിർത്തിയേക്കുന്ന ഏതാ? സിമന്റം കൊണ്ടാണ്. സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് നിർത്തിയേക്കുമെന്ന് ഓർത്താൽ മതി. അപ്പം പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തിയേക്കുന്ന യോജക കല, കാൽഷ്യം അടങ്ങിയ യോജക കല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിമന്റം. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ ആൻസർ കൊടുക്കാമല്ലോ. നോക്കാം. ഇനാമല് പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ആണോ? അല്ല, ജീവനുള്ള കലയല്ല. എന്താ അത്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് അല്ല. എന്ത് കലയാ? നിർജീവ കലയാണ് എന്ത്? ഇനാമൽ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എന്താ? തെറ്റാണ്. ഇനി രണ്ടാമത്തത് ഡെൻഡൈൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ആണോ? ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഇത് ഇനാമലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇനാമലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പൾപ്പ് ക്യാവിറ്റി, പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗം. ഞാൻ പറഞ്ഞു ഡെൻഡൈന് താഴെയായി കാണപ്പെടുന്ന പല്ലിന്റെ ഏറ്റവും ആന്തരഭാഗത്ത് കാണപ്പെടുന്ന ഇതാണ് എന്ത്? പൾപ്പ് ക്യാവിറ്റി. അപ്പം ഇത് ശരിയായ ജോഡിയാണ്. ഇനി നാലാമത്തെ നോക്കാം. സിമന്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കല. നമ്മൾ പറഞ്ഞാണ് പല്ലിനെ സിമെന്റ് ഇട്ട് ഉറപ്പിച്ച് നിർത്തുന്നു പറഞ്ഞല്ലോ. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് എന്ത്? സിമന്റം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാ ശരി? 3ഉം 4ഉം ശരി. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതാണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ എഴുതിക്കൂ. ഒരു പുസ്തകം എടുത്ത് വെച്ച് നമ്മൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നിങ്ങൾ തന്നെ എഴുതുക. മാർക്ക് എത്ര ആണെന്ന് നോക്കുക, സ്വയം വിലയിരുത്തുക. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം എഴുതിയല്ലോ. ഇത്രയും സമയം മതി. അപ്പൊ ചുവടെ തന്നിരിക്കുന്ന ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതെന്നാ ചോദ്യം. ഏതാണ് ആൻസർ? വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണെന്ത്? ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. എന്തോ അപര്യാപ്ത രോഗം എന്ന് പറയുന്നത്? വന്ധ്യത. അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ വന്ധ്യതയാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ചോദിക്കുവാണെങ്കിൽ ടോക്കോഫെറോൾ. ശാസ്ത്രീയ നാമം ചോദിക്കുവാണെങ്കിൽ ടോക്കോഫെറോൾ. പ്രധാന സോഴ്സ് ചോദിച്ചിട്ടുള്ളതാണ്. മുട്ടയുടെ മഞ്ഞയിൽ കാണപ്പെടുന്ന ഏത് വൈറ്റമിൻ ആണെന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ആണ്. അതേപോലെ സസ്യ എണ്ണയിൽ കാണപ്പെടുന്ന ഏത് തന്നെ? വൈറ്റമിൻ ഇ ആണ്. ഓക്കെ, അപ്പൊ വൈറ്റമിൻ ഇയുടെ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. വൈറ്റമിൻ ഇ ആണ് ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപര്യാപ്ത രോഗം വന്ധ്യത. ശാസ്ത്രീയ നാമം ചോദിക്കുവാണെങ്കിൽ ടോക്കോഫെറോൾ. ഇനി എവിടെ നിന്നൊക്കെ കിട്ടുന്നു? മുട്ടയുടെ മഞ്ഞയിൽ നിന്നും സസ്യ എണ്ണയിൽ നിന്നും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ജീവകം എനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്ന് വിളിക്കാം. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്ന് വിളിക്കാം. കാരണം വൈറ്റമിൻ എയുടെ അപര്യാപ്ത രോഗമാണ് സിറോഫ്താൽമിയ, നിശാന്തത, കെരാറ്റോമലേസിയ. ഏതൊക്കെയാ? സിറോഫ്താൽമിയ, നിശാന്തത, കെരാറ്റോമലേസിയ. സിറോഫ്താൽമിയ എന്താണെന്നറിയാലോ? കണ്ണിന്റെ കോർണിയ വരണ്ടു പോകുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ
നിശാന്തത എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കാത്ത അവസ്ഥയാണ് നിശാന്തത. കെരാറ്റോമലേസിയ എന്ന് പറയുന്നത് കണ്ണിൽ കോർണിയയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് കെരാറ്റോമലേസിയ എന്ന് പറയുന്നത്. അടുത്തത് ജീവകം ഡി, ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ അല്ലെങ്കിൽ ജീവകം എന്നറിയപ്പെടുന്നു. ആന്റി റിക്കറ്റ്സ് ജീവകം എന്നറിയപ്പെടുന്നു. കാരണം ഇതിന്റെ അപര്യാപ്ത രോഗമാണെന്ത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. കുട്ടികളിൽ ഉണ്ടാവുന്ന അവരുടെ അസ്ഥികൾ വളയുന്ന അവസ്ഥയാണെന്ത്? കണ എന്ന് പറയുന്നത്. അതേപോലെ ഓസ്റ്റിയോമലേസിയ, മുതിർന്നവരിലുണ്ടാവുന്ന വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. ഓസ്റ്റിയോമലേസിയ എന്താ അത്? കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞ് അസ്ഥികൾ പൊടിഞ്ഞ് ദുർബലമായി പൊടിഞ്ഞു പോകുന്ന അവസ്ഥയാണ് എന്ത്? ഓസ്റ്റിയോമലേസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ജീവകം കെ. ജീവകം കെ എന്താ? ആന്റി ഹെമറേജിക് വൈറ്റമിൻ. ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. കഴിഞ്ഞല്ല ഇതിനു മുമ്പ് നടന്ന LD പരീക്ഷയ്ക്ക് ഇത് ഒരു ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ ഈ 4 എണ്ണവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ 4 എണ്ണവും നമുക്ക് ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിൽ LD പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 2022 നടന്ന LD പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ. ഓക്കെ, ഇനി ജീവകം കെ നമ്മൾ പറഞ്ഞു ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അപര്യാപ്ത രോഗമാണെന്ത്? ഹെമറേജ്. ജീവകം കെ അതിന്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഫില്ലോക്വിനോൺ എന്ന് പറയും. ഇതിന്റെ സോഴ്സ് ആണ് ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെയാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇതിന്റെ അപര്യാപ്ത രോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഹെമറേജ് ആണ്. അതേപോലെ ജീവകം ടിയുടെ ശാസ്ത്രീയ നാമമാണ് എന്ത്? കാൽസിഫെറോൾ. ഇനി ജീവകം എയുടെ അപര്യാപ്ത രോഗമാണെന്ത്? റെറ്റിനോൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിയല്ലോ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ. ഓക്കെ, അടുത്ത ചോദ്യം. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് രോഗം തന്നിട്ടുണ്ട്, രോഗകാരി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ രോഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോളറ, എലിപ്പനി, സ്ക്രബ് ടൈഫസ്, കുരങ്ങുപനി. ഇതാണ് രോഗങ്ങളിൽ തന്നിരിക്കുന്നത്. രോഗകാരികളിൽ നമുക്ക് വൈറസ്, ലെപ്റ്റോസ്പൈറ, വിബ്രിയോ കോളറ, ബാക്ടീരിയ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ശരിയായ ജോഡി ഏതെന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നോക്കിയേ, കോളറ വൈറസ് ആ ജോഡി ശരിയാണോ? കോളറ എന്ന് പറയുന്നത് വൈറസ് രോഗമാണോ? അല്ല. കോളറ എന്ന് പറയുന്നത് എന്ത് രോഗമാണ്? അതൊരു ബാക്ടീരിയൽ രോഗമാണ്. കോളറ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഏത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നു? വിബ്രിയോ കോളറ മൂലം ഉണ്ടാകുന്നു. വിബ്രിയോ കോളറ മൂലം ഉണ്ടാകുന്നു. അടുത്ത എലിപ്പനി എന്ന് പറയുന്നതും ഒരു ബാക്ടീരിയൽ രോഗമാണ്. അതിന് കാരണമായ രോഗകാരി ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറ തന്നെ. അതിന് കാരണമായ രോഗകാരിയാണ് എന്ത്? ലെപ്റ്റോസ്പൈറ. അടുത്ത സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് എന്താ? അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഇപ്പം ഇതും തെറ്റാണ്. വിബ്രിയോ കോളറ അല്ല, അതെന്താണ്? അതൊരു ബാക്ടീരിയൽ രോഗമാണ്. ഇനി അടുത്ത കുരങ്ങുപനി എന്താ? അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ബാക്ടീരിയൽ രോഗമല്ല, അതൊരു വൈറസ് രോഗമാണ്. ഓക്കെ, അപ്പം ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് മാത്രമാണ് ശരി? എലിപ്പനി, ലെപ്റ്റോസ്പൈറ, 2 മാത്രം ശരി. ഓപ്ഷൻ സി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത, ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹരിത സസ്യങ്ങൾ, സസ്യഭോജി, മിശ്രഭോജി. ഇവരാരുമല്ല. ഹരിത സസ്യങ്ങൾ അറിയാലോ, നമ്മൾ സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് ഹരിത സസ്യങ്ങൾ. അല്ലെങ്കിൽ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിവുള്ള സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സസ്യഭോജികൾ, അതായത് സസ്യത്തെ ആഹാരമാക്കുന്നവരെ നമ്മൾ സസ്യഭോജികൾ എന്ന് വിളിക്കുന്നു. മിശ്രഭോജി എന്ന് പറഞ്ഞാൽ സസ്യത്തിനെയും ജന്തുക്കളെയും ആഹാരമാക്കുന്നവരെ നമ്മൾ മിശ്രഭോജികൾ എന്ന് വിളിക്കുന്നു. പിന്നെ മാംസഭോജി എന്ന് പറഞ്ഞാൽ മാംസം ഭക്ഷിക്കുന്നവരെ നമ്മൾ മാംസഭോജി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ ആദ്യത്തെ കണ്ണി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഭക്ഷ്യശൃംഖല, ഫുഡ് വെബ് അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏറ്റവും പ്രൈമറി അല്ലെങ്കിൽ ഏറ്റവും ആദ്യം വെക്കുന്ന ആൾക്കാരാണെന്ത്? ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യത്തെ ആൾക്കാരാണ്
ഹരിതസസ്യങ്ങൾ. ഹരിതസസ്യങ്ങൾ. ഈ ഹരിതസസ്യങ്ങളുടെ പ്രത്യേകത എന്താ? ഇവർ സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നവരാണ്. സ്വന്തമായി ആഹാരം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെ ഉൽപാദകരെന്ന് വിളിക്കാം. ഉൽപാദകരെന്ന് വിളിക്കാം, അല്ലയോ? ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ഉൽപാദകരെന്ന് വിളിക്കാം. ഇനി ഹരിതസസ്യങ്ങൾ കഴിഞ്ഞാൽ ഈ ഹരിതസസ്യങ്ങളെ ഭക്ഷണമാക്കുന്നവരാണെന്ത്? സസ്യഭോജികൾ എന്ന് പറയുന്നത്, അല്ലയോ? ഹരിതസസ്യങ്ങളെ ഭക്ഷണമാക്കുന്നവരാണ് സസ്യഭോജികൾ. ഉദാഹരണത്തിന് മാൻ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. ആ ബുക്ക് എന്ത് ചെയ്യും? ഹരിതസസ്യങ്ങളെ ഭക്ഷണമാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മിശ്രഭോജികളായാലും ശരി, അവർ സസ്യങ്ങളെ ഭക്ഷിക്കുന്നവരാണ്. അപ്പം സസ്യങ്ങളെ അവർ ഭക്ഷിക്കുന്നതാണ്. അപ്പം ഹരിതസസ്യങ്ങളെ ഭക്ഷിക്കുന്നതാണ് മാനിനെ ഭക്ഷിക്കുന്നതാണ് സിംഹം അല്ലെങ്കിൽ പുലി എന്നൊക്കെ പറയുന്നത്, അല്ലയോ? ഇതൊരു ഫുഡ് ചെയിനാണ്. ഹരിതസസ്യങ്ങളിൽ തുടങ്ങി സിംഹത്തിൽ അവസാനിക്കുന്ന ഒരു ഫുഡ് ചെയിനാണ്. അതായത് ഹരിതസസ്യങ്ങൾ എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തിൻ്റെയും ക്ലോറോഫിലിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ സഹായത്തോടെ അവർ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നു. ആ ആഹാരത്തെ മാൻ സ്വീകരിക്കുമ്പം ഇതിൻ്റെ ഏകദേശം 10% ഊർജ്ജം, അതിനാണ് 10% ലോ എന്നൊക്കെ നമ്മൾ പറയും. 10% ഊർജ്ജം മാനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ആ മാനിനെ ഭക്ഷിക്കുന്ന സിംഹത്തിലേക്ക് ഇവർ പുറപ്പെടുവിക്കുന്ന ഊർജ്ജത്തിൻ്റെ ഒരു 10% സിംഹത്തിന് കിട്ടും. മനസ്സിലായോ? അങ്ങനെ 10% വെച്ച് കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ 10% ലോ എന്നൊക്കെ പറയും. മനസ്സിലായോ? ഇവിടെ ഹരിതസസ്യങ്ങളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, സ്വന്തമായി ആഹാരം പാകം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ഉൽപാദകരെന്ന് വിളിക്കുന്നു. മനസ്സിലായോ? എന്നാൽ അവരെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ മേടിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? ഉപഭോക്താക്കൾ എന്ന് വിളിക്കും. അപ്പം ദാണ്ടെ മാന്, സിംഹം എന്നിവരൊക്കെ ആരാ? ഇവരെല്ലാം നമുക്ക് ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം. ഉപഭോക്താക്കൾ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ? ഹരിതസസ്യങ്ങളെ അല്ലെങ്കിൽ ഉൽപാദകരെ നേരിട്ട് ഭക്ഷണമാക്കുന്ന ഇവരെ നമുക്ക് പ്രാഥമിക ഉപഭോക്താവെന്ന് വിളിക്കാം, അല്ലയോ? പ്രാഥമിക ഉപഭോക്താവിനെ ഭക്ഷണമാക്കുന്ന സിംഹത്തെ നമുക്ക് ദ്വിതീയ ഉപഭോക്താവെന്ന് വിളിക്കാം. ദ്വിതീയ ഉപഭോക്താവെന്ന് വിളിക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ഇപ്പം മാനിനെ ഭക്ഷിക്കുന്ന വേറെ ഏതെങ്കിലും മൃഗങ്ങളുണ്ടെങ്കിൽ ആ മൃഗത്തെ ഭക്ഷിക്കുന്നതാണ് സിംഹം. സിംഹം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇരപിടിയന്മാർ, ആരെ വേണമെങ്കിലും അവർ ഭക്ഷിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഭക്ഷ്യശൃംഖലയിലെ മനസ്സിലായല്ലോ. അപ്പൊ ആദ്യത്തെ കണ്ണി എന്താണ്? ഹരിതസസ്യങ്ങളാണ്. അപ്പൊ ആൻസർ എന്താ? ആൻസർ എ ആണ് ശരി. അവസാന കണ്ണി എന്ന് പറയുന്നത് മാംസഭോജികളായിരിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നത് ധ്വനി, അമൃതം ആരോഗ്യം, ശ്രുതി മധുരം, കാതോരം. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 2ഉം 4ഉം, 2 മാത്രം, 1ഉം 2ഉം, 3 മാത്രം. ഓക്കെ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പം നമ്മൾ ഇതെല്ലാം എഴുതും. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? അതിനകത്ത് നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം എന്താ? അമൃതം ആരോഗ്യം. നമ്മൾ 2 അമൃതം ആരോഗ്യം എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യും. എന്നിട്ട് OMR പോയി 2ന്റെ അടുത്ത് നമ്മൾ കറുപ്പിച്ച് വെക്കും. മനസ്സിലായോ? പക്ഷെ താഴെ ഇതേപോലെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ 2 മാത്രം എന്നുള്ളതിനകത്ത് ബി ഓപ്ഷൻ വന്നു. പക്ഷെ ഇതല്ലാതെയും വരും. ഇതല്ലാതെ വരുമ്പം നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് വീഴുവാണ്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, പ്രത്യേകിച്ചും എളുപ്പമുള്ള ചോദ്യങ്ങളെ ഒന്ന് പേടിക്കണം. കാരണം അത് നമ്മുടെ ശ്രദ്ധയെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. മനസ്സിലായോ? നമ്മുടെ അറിവിനെ അല്ല, അറിവ് ബേസിക് ആയിട്ട് അറിയാവുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ നമ്മുടെ ശ്രദ്ധയെ പരീക്ഷിക്കുന്ന ഒരു ചോദ്യം ഇത്. മനസ്സിലായോ? അതുകൊണ്ട് ചോദ്യം മൊത്തവും ശ്രദ്ധിച്ച് വായിക്കുക. അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടിയല്ലോ. ജീവിതശൈലി രോഗം നിയന്ത്രിക്കുന്നതിനായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതം ആരോഗ്യം പദ്ധതി. ഓക്കെ, കൂട്ടത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പദ്ധതികളൊക്കെ നോക്കാം. ശ്രുതി മധുരം പദ്ധതി. എന്തോ ശ്രുതി മധുരം പദ്ധതി എന്ന് പറഞ്ഞാൽ? ശ്രുതി മധുരം പദ്ധതി എന്താ? 5 വയസ്സിന് താഴെയുള്ള പദ്ധതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ്. എന്താ പദ്ധതി? കോക്ലിയ ഇംപ്ലാന്റേഷൻ. മനസ്സിലായോ? കോക്ലിയ ഇംപ്ലാന്റേഷൻ ചെയ്യുന്ന പദ്ധതിയാണ് എന്ത്? ശ്രുതി തരംഗം. ഇവിടെ ശ്രുതി മധുരമാണ് കൊടുത്തിരിക്കുന്നതല്ലേ? സോറി, ശ്രുതി മധുരമല്ല, ശ്രുതി തരംഗമാണ്
മനസ്സിലായോ? ശ്രുതി മധുരമല്ല, ശ്രുതി തരംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ശ്രുതി തരംഗം എന്താണ്? ശ്രുതി തരംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോക്ലിയ ഇംപ്ലാന്റേഷൻ. ശ്രുതി തരംഗം എന്താ? കോക്ലിയ ഇംപ്ലാന്റേഷൻ ആണ് എന്ത് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. ആർക്കുള്ള പദ്ധതിയാ? 5 വയസ്സിന് താഴെയുള്ളവർക്ക്. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ഉള്ള പദ്ധതിയാണ് എന്ത് ശ്രുതി തരംഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പദ്ധതിയിൽ എന്തെങ്കിലും ബോണസ് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. ബോണസ് എന്താ? ഓഡിയോ വെർബൽ ഹാബിലിറ്റേഷനിലൂടെ സംസാരശേഷി വീണ്ടെടുത്ത് കൊടുക്കുന്നു. സംസാരശേഷി വീണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി തരംഗം കേൾവി ശക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എന്തും ചെയ്യുന്നുണ്ട് അതിനകത്ത്? സംസാരശേഷിയും വീണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പൊതുവെ ഈ കേൾവി കേൾക്കാത്തവർക്ക് അവർക്ക് സ്പീച്ചുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ സ്പീച്ച് വർക്കൗട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ശ്രുതി തരംഗം എന്ന പദ്ധതിയിൽ എന്തുകൂടെ കൊടുക്കുന്നുണ്ട്? അവരുടെ സംസാരശേഷിയും കൂടെ വീണ്ടെടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പദ്ധതി എന്ന് മനസ്സിലായല്ലോ? ആർക്കാണ് പദ്ധതി എന്ന് മനസ്സിലായല്ലോ? ഇതിൽ നിന്നുള്ള ബോണസ് എന്താണെന്ന് കിട്ടിയല്ലോ. ഇനി അടുത്ത പദ്ധതിയാണ് ധ്വനി. ഇത് കഴിഞ്ഞ് നമ്മൾ ഉടനെ പഠിക്കുന്നു, ധ്വനി പഠിക്കുന്നു. കാരണം എന്താ? കോക്ലിയ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുടർ ചികിത്സ. കോക്ലിയ ഇംപ്ലാന്റേഷന് ശേഷമുള്ള തുടർ ചികിത്സയാണ് എന്ത് ധ്വനി എന്ന് പറയുന്നത്. ഈ ശ്രുതി തരംഗവും ധ്വനിയും കൂടെ രണ്ടും കൂടെ ലയിപ്പിച്ച് ഏതിനകത്താക്കി? കാതോരം പദ്ധതിയിലേക്ക് ലയിപ്പിച്ചു. കാതോരം പദ്ധതിയിൽ ലയിപ്പിച്ചു. എന്താണ് കാതോരം പദ്ധതി എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നവജാത ശിശുക്കളിലെ കേൾവി വൈകല്യം. ഇവിടെ നമ്മൾ കോക്ലിയ ഇംപ്ലാന്റേഷൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള തുടർ ചികിത്സ പറഞ്ഞു. രണ്ടും കൂടെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്നു കേൾവി വൈകല്യം. ആർക്ക് കേൾവി വൈകല്യം? നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം പരിഹരിക്കാനുള്ള പദ്ധതിയാണെന്ത് കാതോരം പദ്ധതി. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള 4 പദ്ധതികൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതൊക്കെ? ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതൊക്കെ? ക്യാൻസർ, സിലിക്കോസിസ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, പോളിയോ, ടെറ്റനസ്. അപ്പൊ ഇതിനകത്ത് ജനിതക രോഗങ്ങൾ വരുന്ന ജോഡികൾ ഏതൊക്കെ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതാണ്ട് ഞാൻ നേരത്തെ ഇതിന്റെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. ക്യാൻസർ, സിലിക്കോസിസ്. ഇതെന്തല്ല? ഇത് ജനിതക രോഗമല്ല. സിലിക്കോസിസ് എന്ന് പറയുന്നത് എന്താ? അതൊരു തൊഴിൽജന്യ രോഗമാണ്. സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു തൊഴിൽജന്യ രോഗമാണ്. മനസ്സിലായോ? അപ്പം ഒരെണ്ണം നമുക്ക് ഇവിടെ ക്യാൻസൽ ആയപ്പോൾ തന്നെ ഈ ഓപ്ഷൻ തെറ്റാന്ന് കിട്ടി. ഓക്കെ, ഇനി ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും എന്താണ്? ഇത് രണ്ടും ജനിതക രോഗങ്ങളാണ്, ജനറ്റിക് ഡിസോർഡറുകളാണ്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് രണ്ടും എന്താണ്? രണ്ടും വൈറസ് രോഗങ്ങളാണ്. മനസ്സിലായോ? അടുത്ത പോളിയോ, ടെറ്റനസ്. പോളിയോയും ടെറ്റനസും. പോളിയോ എന്താ? അതൊരു വൈറസ് രോഗമാണ്. ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. അപ്പൊ ഇതും തെറ്റാണ്. മനസ്സിലായോ? അപ്പൊ ജനിതക രോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീനിന് തകരാറ് സംഭവിക്കുമ്പോൾ, ജീനിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉത്തരം ഏതാ? ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. നമ്മൾ പരീക്ഷ എഴുതുന്നു, ചോദ്യപേപ്പർ വായിക്കുന്നു, 4 ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയെന്ന് മനസ്സിലാക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കർപ്പിക്കുന്നു. ഭാഗ്യവശാൽ നമുക്ക് ഇവിടെയും എന്ത് കിട്ടി? B2 മാത്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മനസ്സിലായോ? അത് നമ്മുടെ ഭാഗ്യമാണ്. ഇവിടെ ഇത് ഇങ്ങനെ തന്നെ വന്നത് നമ്മുടെ ഭാഗ്യമാണ്. പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കത്തില്ല എങ്കിൽ ഇവിടെ ഈ 2 മാത്രം എന്നുള്ളത് C ആയി കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് വീഴുക. മനസ്സിലായോ? 2 മാത്രം എന്ന് പറയുന്ന ആ ഓപ്ഷൻ C എന്ന ഓപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 2ഉം Bയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നമുക്കൊരു നെഗറ്റീവ് വീഴുക. മനസ്സിലായോ? അറിയാവുന്ന ചോദ്യം നമ്മൾ തെറ്റിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വായിക്കണം. എന്താ ഇവിടെ ചോദ്യം? ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയാണ് ശരിയായ ഉത്തരം. അപ്പം ഓപ്ഷൻ B2 മാത്രമാണ്. ഓക്കെ, ക്യാൻസർ അറിയാമല്ലോ. ക്യാൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയന്ത്രിതമായ കോശവിഭജനം മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ത്? ക്യാൻസർ എന്ന് പറയുന്നത്. അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ, അതാണ് എന്ത്? ക്യാൻസർ. പിന്നെ സിലിക്കോസിസ് എന്താണെന്നറിയാലോ. സിലിക്കോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു തൊഴിൽജന്യ രോഗമാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന തൊഴിൽജന്യ രോഗമാണ്. ഈ ക്വാറിയിൽ, പാറമടയിൽ അല്ലെങ്കിൽ മൺപാത്ര നിർമ്മാണ മേഖലയിൽ, സിറാമിക്സിൽ ജോലി ചെയ്യുന്നവരിൽ, പിന്നെ മൈക്ക, ടിൻ, സ്വർണ്ണക്കനികളിലൊക്കെ ജോലി ചെയ്യുന്നവരിലൊക്കെ പൊതുവേ കാണപ്പെടുന്ന ഒരു രോഗമാണെന്ത്? സിലിക്കോസിസ്. അപ്പോൾ അത് നമ്മൾ തൊഴിൽജന്യ രോഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും രണ്ടും വൈറസ് രോഗങ്ങളാണ്. പോളിയോ, ടെറ്റനസ്. പോളിയോ ഒരു വൈറസ് രോഗമാണ്. അതേപോലെ ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ എന്താണ് ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയയും. ഇനി എന്താണ് ഈ ഹീമോഫീലിയ എന്ന് നമ്മൾ പറഞ്ഞു.
എന്തോ ഹീമോഫീലിയ? പൊതുവെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ചോദിക്കുമ്പം എല്ലാവരും പറയുന്ന പേരാണ് ഹീമോഫീലിയ. വൈറ്റമിൻ കെയുടെ അപര്യാപ്ത രോഗം ചോദിക്കുമ്പം എല്ലാവരും പറയുന്നത് എന്തുവാ? ഹീമോഫീലിയ. അതിന് ഉത്തരം എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് ചോദ്യം മുമ്പ് കണ്ടതാണ് അല്ലയോ? ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നതാണ് വൈറ്റമിൻ കെ. മനസ്സിലായോ? ആന്റി ഹെമറേജിക് വൈറ്റമിൻ, അതായത് ഹെമറേജ് ആണ് അതിന്റെ അപര്യാപ്ത രോഗം. ഹെമറേജ് എന്താ? രക്തക്കുഴല് പൊട്ടി രക്തസ്രവം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? ഹെമറേജ് എന്ന് പറയുന്നത്. അതുണ്ടാകാൻ കാരണം വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ്. എന്നാൽ ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപര്യാപ്ത രോഗമല്ല. അതെന്താണ്? ഒരു ജീൻ തകരാറ് മൂലമുണ്ടാകുന്ന രോഗമാണ്. എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൈബ്രിനോജൻ ആണ്. മനസ്സിലായോ? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് എന്ത്? ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫൈബ്രിനോജൻ എന്ന ജീനിന് തകരാറ് സംഭവിക്കുമ്പം രക്തം കട്ട പിടിക്കാതിരിക്കുകയും അതുമൂലം ഉണ്ടാവുന്ന ഒരു രക്തസ്രവം ഉണ്ടാവുന്നതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ വൈറ്റമിൻ കെയുടെ കാര്യം എങ്ങനെയാ? നമ്മുടെ ഈ ഫൈബ്രിനോജൻ നിർമ്മിക്കുന്ന എവിടെ? കരളിലാണ്. ആ കരള് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റമിൻ കൊടുക്കുന്നത്. മനസ്സിലായോ? വൈറ്റമിൻ കൊടുക്കുന്നത് കരള് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതാ നോക്കിയേ, വൈറ്റമിൻ നമ്മൾ കൊടുക്കുന്നു, കരള് പ്രവർത്തിക്കുന്നു. ഇതിനകത്ത് നിർമ്മിക്കപ്പെടുന്ന ഫൈബ്രിനോജൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ഈ ഫൈബ്രിനോജൻ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ്. അപ്പം വൈറ്റമിൻ കെ എന്തുവാ? കരളിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നത്. വൈറ്റമിൻ കെ എങ്ങനെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് മനസ്സിലായല്ലോ? ഇതാണ് വൈറ്റമിൻ കെയുടെ കാര്യം. ക്ലിയർ ആണല്ലോ? ഇനി ഇതാണ്ട് ഈ ഫൈബ്രിനോജന്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പോൾ അതാണ് എന്ത്? അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ജീൻ തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ അറിയാമല്ലോ. നമുക്കറിയാം, ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗമാണ് അരിവാൾ രോഗം എന്നറിയപ്പെടുന്നത്. സിക്കിൾ സെൽ അനീമിയാണ്. അനീമിയ എന്ന് പറഞ്ഞാൽ എന്താ? RBCയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നം. RBCയുടെ അളവ് കുറയുന്നതാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത് അല്ലയോ? അല്ലെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതാണ് അനീമിയ. ഇവിടെ സിക്കിൾ സെൽ അനീമിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ RBCയുടെ നിർമ്മാണ ഘടകങ്ങൾ, അല്ലെങ്കിൽ RBCയിലെ വർണ്ണവസ്തു ഉണ്ടല്ലോ ഹീമോഗ്ലോബിൻ, അതിന്റെ നിർമ്മാണ ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ അമിനോ ആസിഡുകളുടെ ജീനിന് തകരാറ് സംഭവിക്കുമ്പം അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിൽ വ്യത്യാസം വരും. അമിനോ ആസിഡിന്റെ ജീനിന് തകരാറ് സംഭവിക്കുമ്പം അതിന്റെ ക്രമീകരണത്തിൽ വ്യത്യാസം വരും. ആ ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണം ഡിസ്കാകൃതിയിലുള്ള RBC എന്തായിട്ട് മാറും? അരിവാൾ രൂപത്തിൽ ആയി മാറും. ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡിസ്കാകൃതിയിലുള്ള RBC എന്തായിട്ട് മാറും? അത് അരിവാൾ പോലെ വളയുന്നു. മനസ്സിലായോ? അപ്പം അരിവാൾ പോലെ വളയുമ്പോൾ ഈ അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്ന RBC എന്ത് ചെയ്യും? രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടും. അതിലേക്കൂടെ ആ രക്തക്കുഴലിലൂടെ രക്തം പിന്നെ ഒഴുകാതാവും. മനസ്സിലായോ? അപ്പൊ അതിലേക്കൂടെ ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. അതാണ് എന്ത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്. അതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സോറി, ഹീമോഫീലിയ അല്ല, സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാ? നൈജീരിയയാണ് ആൻസർ. അതായത് 3 താണ്ടെ ഇവിടെ നമുക്കത് തെറ്റുന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്ന ഒരു ചോദ്യം ഇത്. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയ. ഇവിടെ നമ്മൾ ടിക്കിടും, എന്നിട്ട് OMR പോയി 3 കറപ്പിക്കും. 3 ഏതാ? 3 എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ് ഇവിടെ. അപ്പം 3 കറപ്പിച്ച ഇവിടെ എന്താവും? ഇവിടെ ഒരു നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പം മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയയാണ്. അത് ഏത് ഓപ്ഷനിൽ കിടക്കുന്നു? ഓപ്ഷൻ A ആണ് ശരി. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? മെനിഞ്ചൈറ്റിസ് എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പം മെനിഞ്ചൈറ്റിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളിയുള്ള സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ആ മെനിഞ്ചസിനെ ബാധിക്കുന്ന അണുബാധയാണെന്ത്? മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മെനിഞ്ചൈറ്റിസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ മെനിഞ്ചസ് സ്ഥലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകമുണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയും.
അതിനെ ആ ഫ്ലൂയിഡ് എടുത്തിട്ടാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് പരിശോധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതിനെതിരെ കൊടുക്കുന്ന ഒരു വാക്സിനാണ് MEN5CV. അതായത് ഒരു 5-in-1 വാക്സിൻ ആണ് എന്ത് MEN5CV എന്ന് പറയുന്നത്. അത് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം നൈജീരിയ. ഓക്കെ, മനുഷ്യ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബെല്ലം ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്നു. സെറിബ്രം ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം. മെഡുല ഒബ്ലാങ്കേട്ട ആന്തര സമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. ഹൈപ്പോതലാമസ് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. തലച്ചോറിലെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. സെറിബ്രം എന്താ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നതാണ് സെറിബ്രം എന്ന് പറയുന്നത്. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നത് സെറിബ്രത്തിലാണ്. സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും വെളുത്ത നിറമുള്ള അകംഭാഗത്തെ നമ്മൾ മെഡുല എന്നും വിളിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം എന്താണ്? സെറിബ്രം. അപ്പൊ ഇതെന്താ? ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതെന്താ? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത്, അതായത് സ്പർശനം, രുചി, മണം, അതൊക്കെ അനുഭവിക്കുന്നത് സെറിബ്രമാണ്. മനസ്സിലായോ? രുചിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന തലച്ചോറിലെ ഭാഗം ചോദിച്ചിട്ടുണ്ട്, സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐച്ഛിക ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചലനങ്ങൾ, നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമായ ചലനങ്ങളെയാണ് ഐച്ഛിക ചലനം എന്ന് പറയുന്നത്. അതിനെ നിയന്ത്രിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബ്രമാണ്. ഓക്കെ, പിന്നെ കൊടുത്തിട്ടുണ്ട് തലാമസ്. സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. മനസ്സിലായോ? റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് തലാമസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. മനസ്സിലായോ? ഇതാണ് തലാമസിന്റെ ജോലി. ഇനി സെറിബെല്ലം, മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം. സെറിബ്രത്തിൽ നിന്നും പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്നു. ചുളിവുകളും ചാലുകളുമുണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിച്ച് ശരീര തുലനനില പരിപാലിക്കുന്നു. ശരീര തുലനനില പരിപാലിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സെറിബെല്ലമാണ്. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്നു സെറിബെല്ലം. ശരീരത്തിന്റെ തുലനനില പരിപാലിക്കുന്ന ആരാ? സെറിബെല്ലം. അപ്പം ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ഹൈപ്പോതലാമസ്. തലാമസിന്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗം ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന തലച്ചോറിലെ ഭാഗം. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാ? അത് ഹൈപ്പോതലാമസ് ആണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെഡുല ഒബ്ലാങ്കേട്ട ആണെന്ന് പറഞ്ഞ അല്ലയോ? അപ്പൊ ഇത് എന്തിനെ കുറിച്ചുള്ളതാ? ഹൈപ്പോതലാമസ് ആണ് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി മെഡുല ഒബ്ലാങ്കേട്ട നോക്കിയേ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോടൊപ്പം ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പോൾ അതും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇവിടെ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാ? മെഡുല ഒബ്ലാങ്കേട്ടയാണ്. അപ്പം ഈ 2 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണ്. ഏതൊക്കെ അപ്പൊ ശരി? 1ഉം 2ഉം ശരി, 1ഉം 2ഉം ശരി വരുന്നത് ശരിയല്ലാത്ത പ്രസ്താവന നമുക്ക് നോക്കേണ്ടത് ഇല്ലയോ? അപ്പം 3ഉം 4ഉം ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്തത് ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് തന്നിരിക്കുന്നത്. ജീവകം തന്നിട്ട് എ നിശാന്തത, B1 അനീമിയ, B9 ബെറിബറി, ഡി റിക്കറ്റ്സ്. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവയുടെ അപര്യാപ്ത രോഗങ്ങളിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ. വൈറ്റമിൻ എ നിശാന്തത ശരിയാണ്. അടുത്തത് B1 അനീമിയ. B1 അനീമിയ എന്താ? B1 അനീമിയ തെറ്റാണ്. B9 എന്ന് പറയുന്നത് ബെറിബറി അല്ല. ഡി എന്ന് പറയുന്നത് റിക്കറ്റ്സ് ശരിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിയായ ജോഡികൾ ഏതൊക്കെയാ? 1ഉം 4ഉം 1ഉം 4ഉം 1ഉം 4ഉമാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ അപര്യാപ്ത രോഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട അപര്യാപ്ത രോഗങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. നാണ്ടെ വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ 2 രൂപങ്ങളാണ്. A1 എന്നും പറഞ്ഞുണ്ട്, A2 എന്നും പറഞ്ഞുണ്ട്. A1ന്റെ അപര്യാപ്ത രോഗമാണെന്ത്? നിശാന്തത. A2ന്റെ ആകുമ്പം സെറോഫ്താൽമിയ.
നിശാന്തത എന്താണ്, സിറോഫ്താൽമിയ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്തത് B1, ബി കോംപ്ലക്സുകളാണ്. അതിനകത്ത് B1 ആണ് എന്ത്, ബെറിബെറി, ബെറിബെറി. അതേപോലെ തന്നെ കെരാറ്റോ മലേസിയ, സോറി B1ന്റെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ ബെറിബെറിയും പിന്നെ വെർണിക് കോർസക്കോഫും. വെർണിക് കോർസക്കോഫ്, വെർണിക് കോർസക്കോഫ്. വെർണിക് കോർസക്കോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനികളുടെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ത്, വെർണിക് കോർസക്കോഫ്. വൈറ്റമിൻ B1ന്റെ അപര്യാപ്തത ഉണ്ടാവുന്നതാണ്. കാരണം ഓർത്തിരിക്കുക, B1 മദ്യം ഏറ്റവും കൂടുതൽ ആഗിരണം ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്, B1 എന്ന് പറയുന്നത്. ശാസ്ത്രീയ നാമം തയാമിൻ. ഓക്കെ, ഇനി അടുത്ത B2 റൈബോഫ്ലാവിൻ. അതിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് എന്ത്, അരിബോഫ്ലാവിനോസിസ്, അരിബോഫ്ലാവിനോസിസ്. അരിബോഫ്ലാവിനോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, അരിബോഫ്ലാവിനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായ്പുണ്ണ്, ചിലോസിസ്, ഗ്ലോസിറ്റീസ് അതേപോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ് എന്ത്, അരിബോഫ്ലാവിനോസിസ്. അടുത്ത B2 കഴിഞ്ഞാൽ B3 നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് അപര്യാപ്ത രോഗം ഓർത്തിരിക്കുക, പെല്ലഗ്ര. ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അടുത്ത B4 ഉണ്ടോ, B4 ഇല്ല, B5 എന്താ, പാൻറ്റോതെനിക് ആസിഡ്. പാൻറ്റോ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ, എല്ലാം, എല്ലായിടത്തും. പാൻറ്റോതെനിക് ആസിഡ് എല്ലായിടത്തും, എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് എന്ത്, B5 അല്ലെങ്കിൽ പാൻറ്റോതെനിക് ആസിഡ്. അതിന്റെ അപര്യാപ്ത രോഗമാണ് പരിസ്ഥീഷ്യ. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം ഇല്ലയോ, ഇങ്ങനെ പഠിക്കാം. B5 പാൻറ്റോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പാൻറ്റോ എന്ന വാക്കിന്റെ അർത്ഥം എല്ലായിടത്തും എന്നാണ്. പക്ഷേ നമ്മൾ പാൻറ്റോ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് 5 ആണ്. അപ്പൊ അത് വെച്ച് ഓർത്തോണം. B5 പാൻറ്റോതെനിക് ആസിഡ് അപര്യാപ്ത രോഗം കാണിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. എന്താ, പരിസ്ഥീഷ്യ എന്തുവാ, കൈവെള്ളയിലേക്ക് വരുന്ന നാഡിക്ക് ഉണ്ടാകുന്ന ഒരു തകരാറ്. ആ തകരാറ് മൂലം നമ്മുടെ കൈവെള്ള എപ്പോഴും തരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥ, അതാണ് എന്ത്, പരിസ്ഥീഷ്യ. അപ്പൊ എന്താ, ഈ ഒരു 5 വിരൽ ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാം. B5 പാൻറ്റോതെനിക് ആസിഡ്, പരിസ്ഥീഷ്യ, ഇതെല്ലാം ഈ കൈവെള്ളയിലുണ്ട്. ഓക്കെ, അടുത്ത B6 പിരിഡോക്സിൻ. B6ന്റെ ശാസ്ത്രീയ നാമം പിരിഡോക്സിൻ. അപര്യാപ്ത രോഗം ചോദിച്ചിട്ടുണ്ട്, മൈക്രോസൈറ്റിക് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ, അതായത് RBC നിർമ്മാണത്തിന് സഹായിക്കുന്നു. അത് അപര്യാപ്ത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. അതായത് RBC ചെറുതായി ഇല്ലാതാവുന്ന അവസ്ഥയാണ് മൈക്രോസൈറ്റിക് അനീമിയ. അടുത്തത് B7 ആണ് ബയോട്ടിൻ. തലമുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അപ്പൊ അപര്യാപ്ത രോഗം എന്തായിരിക്കും, മുടികൊഴിച്ചിൽ. അടുത്തത് B8 ഉണ്ടോ, ഇല്ല, B8 ഇല്ല, B9 ഫോളിക് ആസിഡ് RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. സ്വാഭാവികമായിട്ടും അപര്യാപ്ത രോഗം എന്തായിരിക്കും, അനീമിയ. RBC നിർമ്മിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ അനീമിയാണ്. എന്ത് അനീമിയ, RBC വലുതായി പൊട്ടിപ്പോകുന്ന അവസ്ഥ. അങ്ങനെ ഓർത്താൽ മതി. RBC എന്തെയും വലുതായി പൊട്ടിപ്പോകുന്ന അവസ്ഥ. വലുതാവുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് മാക്രോസൈറ്റിക് അനീമിയ. അല്ലെങ്കിൽ വേറെയും പറയാം, വലുതായി പൊട്ടിപ്പോകുന്ന അവസ്ഥ എന്നല്ലേ പറഞ്ഞേ, മെഗ എന്ന് പറഞ്ഞാൽ വലുതെന്നല്ലയോ, മെഗലോ ബ്ലാസ്റ്റ്, പൊട്ടുക. ബ്ലാസ്റ്റിന്റെ അർത്ഥം പൊട്ടുക. ബ്ലാസ്റ്റിക് അനീമിയ എന്നും പറയും. മനസ്സിലായോ? അപ്പൊ ധർമ്മം പഠിച്ചിട്ടുണ്ടെങ്കിൽ അപര്യാപ്ത രോഗം കിട്ടും, അപര്യാപ്ത രോഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മം കിട്ടും. ഓക്കെ, ഇനി അടുത്ത B12 എന്താ, സൈനോകുബാലുമിൻ. RBCയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അപ്പൊ അപര്യാപ്ത രോഗം എന്താ, ഒരു അനീമിയ ആയിരിക്കും. എന്ത് അനീമിയ, പെർനീഷ്യസ് അനീമിയ. എന്ന് പറയും. ഓക്കെ, ഇനി B12 കഴിഞ്ഞാൽ ബി കോംപ്ലക്സുകളെല്ലാം കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് C അസ്കോർബിക് ആസിഡ്. എന്താ അപര്യാപ്ത രോഗം, സ്കർവി. ഓക്കെ, D കാൽസിഫെറോൾ ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്നു. ഇതിന്റെ അപര്യാപ്ത രോഗമാണ് ഓസ്റ്റിയോമലേസിയ. ഓക്കെ, ഇനി അടുത്ത വൈറ്റമിൻ E ടോക്കോഫെറോൾ. എന്താ, ഹൃദയത്തിന്റെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക്, ഹൃദയത്തിന്റെ പ്രവർത്തനം, RBC നിർമ്മാണം ഒക്കെ സഹായിക്കുന്നുണ്ട്. അപര്യാപ്ത രോഗം വന്ധ്യത. ഇനി അടുത്ത വൈറ്റമിൻ K എന്താ, ഫില്ലോക്വിനോൺ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ അപര്യാപ്ത രോഗം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹെമറേജ് എന്ന് പറയും. ഹെമറേജ്. ക്ലിയർ ആണോ?
ഇതാണ് നമ്മുടെ പഠിക്കാനുള്ള അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതൊക്കെയാ നോക്കിയ? A1 നിശാന്തത, B1 അനീമിയ, B9 ബെറിബറി, D റിക്കറ്റ്സ്. ഇവിടെ ശരി ഏതൊക്കെയാ? എയും ഡിയും ആണ്. അപ്പം 1ഉം 4ഉം ശരി എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് കാരണമായ രോഗാണു ഏതാണെന്നാണ്. ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഫംഗസ്. അപ്പം ഇതിനകത്ത് ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായിട്ടുള്ള രോഗാണു ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാ? വൈറസ് ആണ്. വൈറസ്. മനസ്സിലായോ? അതായത് ഇതിനകത്ത് ആൻസർ ഏതാ? 2 മാത്രം. ഓക്കെ, അപ്പം ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത് എന്താ? അതൊരു വൈറസ് രോഗമാണ്. കുട്ടികളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. അതായത് കുട്ടികളിലും കാണും, മുതിർന്നവരും കാണും. എന്നാൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കുട്ടികളിലാണ്. ഇതെന്താ ഈ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വായിലൊക്കെ വ്രണമുണ്ടാകുന്നത്, നമ്മുടെ കയ്യിൽ, കാലിൽ, ജനനേന്ദ്രിയങ്ങളിലൊക്കെ ചൊറിച്ചിലുണ്ടാകുന്ന ഒരവസ്ഥ, അതൊക്കെയാണ് എന്ത്? ഈ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താ രോഗം എന്ന് മനസ്സിലായല്ലോ? അതൊരു വൈറസ് രോഗമാണ്. കുട്ടികളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ, ഉയർന്ന രക്തസമ്മർദ്ദം. സിനിമ കാണുന്ന ഏതൊരാൾക്കും സുഖമായിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. തിയേറ്ററുകളിലും മറ്റും സിനിമ ഒക്കെ കാണുന്നവർക്കൊക്കെ ഏറ്റവും സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന, ഒന്നും പഠിക്കണ്ട, അത് സിനിമ കാണുന്നവർക്ക് മാത്രമുള്ളവരാണെങ്കിൽ പോലും സുഖമായിട്ട് എഴുതാവുന്ന ചോദ്യമാണ്. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒരു സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഇടുന്നതാണ് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, അല്ലെ പുകവലി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഒരു ആഡ് ഉണ്ടാവും. ആ ആഡിനകത്ത് പറഞ്ഞേക്കുന്ന 3 രോഗങ്ങളാണ് ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാ? അതിനകത്ത് പറയാത്തത് ഉയർന്ന രക്തസമ്മർദ്ദം. അത് തന്നെയാണ് ഇവിടെ ആൻസർ. എന്താ? 4 മാത്രം. അതാണ് ഉൾപ്പെടാത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാത്രം. ഓക്കെ, ഇനി ശ്വാസകോശ ക്യാൻസർ എന്താണെന്ന് അറിയാമല്ലോ. പിന്നെ വരുന്നതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന വീക്കമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഈ പുകവലി കാരണം ആ പുകയിലെ വിഷപദാർത്ഥങ്ങളായ ടാറ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ നമ്മുടെ വായുവറകളിൽ അടിഞ്ഞുകൂടും. വായുവറയിൽ അടിഞ്ഞുകൂടി ഇത് ശ്ലേഷ്മമായിട്ട് മാറി ആ ശ്ലേഷ്മത്തിൽ രോഗാണുക്കൾ പെരുകും. അങ്ങനെ രോഗാണുക്കൾ പെരുകുമ്പോൾ ശ്വാസകോശത്തിന് ഒരു വീക്കം സംഭവിക്കും. അതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ എന്ത് പഠിച്ചു വെക്കുക? ശ്വാസകോശത്തിനുണ്ടാകുന്ന വീക്കമാണ് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, ഇനി എംഫിസീമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എംഫിസീമ ഉണ്ടാകുന്ന എന്ത് തന്നെ? പുകവലി മൂലം ഉണ്ടാകുന്നതാണ്. അതായത് ഈ പുകയിലെ വിഷപദാർത്ഥങ്ങൾ എന്ത് ചെയ്യും? വായുവറയിലെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കും. വായുവറയുടെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എന്താ? ശ്വാസകോശത്തിൽ കാണപ്പെടുന്ന ലോലമായ ഇലാസ്തികത സ്വഭാവമുള്ള സ്ഥലസഞ്ചികളാണ് വായുവറകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇല്ലയോ? അതേപോലെ ആ വായുവറയുടെ ഇലാസ്തികതമായ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിക്കും. അങ്ങനെ ഈ വിഷവസ്തുക്കൾ വായുവറയുടെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുമ്പം അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം പ്രതല വിസ്തീർണം കുറയുന്നു. അങ്ങനെ പ്രതല വിസ്തീർണം കുറയുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംഫിസീമ. പ്രതല വിസ്തീർണം കുറയുക എന്ന് പറഞ്ഞാൽ അതിന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, അത് അത്രത്തോളം വികസിക്കത്തില്ല, അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് അത്രത്തോളം വായുവറകൾ അത്രത്തോളം വികസിക്കത്തില്ല. ആ പരസ്യത്തിൽ ഒരാളിങ്ങനെ നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. നല്ലപോലെ ഇങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നിടത്ത് ഇങ്ങനെ എഴുതി കാണിക്കും എംഫിസീമ എന്ന് പറഞ്ഞു. ഇനി ഒന്ന് സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം അതാണ് എംഫിസീമ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് വായുവറയുടെ ഭിത്തിയിലെ ഇലാസ്തികത നഷ്ടപ്പെട്ട് പ്രതല വിസ്തീർണം കുറയുന്നതാണ് എംഫിസീമ. ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉയർന്ന രക്തസമ്മർദ്ദം അതായത് ഇപ്പം രക്തക്കുഴലുകൾ, ധമനി ഭിത്തികളിലൊക്കെ ഈ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോഴത്തേക്കിനും എന്ത് പറ്റും? രക്തം അത്രത്തോളം ഒഴുകത്തില്ല. അപ്പം ഹൃദയം എന്ത് ചെയ്യും? മാക്സിമം ഒഴുകേണ്ട രക്തത്തെ മൊത്തം തള്ളിക്കളയാൻ വേണ്ടിയിട്ട് അത്രയും പ്രഷർ കൊടുക്കും. അപ്പം 120/80 നമുക്ക് വേണ്ടുന്ന ഇതല്ലയോ? 120/80 mm HG-യെക്കാട്ടിലും മുകളിൽ പോകും. അതായത് ഏകദേശം ഒരു 140/90 മുകളിൽ പോകും ആ പ്രഷർ. ആ അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നു. സെറിബ്രൽ ഹെമറേജിലേക്ക് നയിക്കുന്ന രോഗങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന രക്തസമ്മർദ്ദമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങളാണെന്ത്? ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസീമ എന്ന് പറയുന്നത്. അതിനകത്ത് പെടാത്തത് ഉയർന്ന രക്തസമ്മർദ്ദം. നമുക്ക് വേണ്ടുന്ന ഉത്തരം എന്ത് തന്നെ? നമുക്ക് വേണ്ടുന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്തോ? ഉൾപ്പെടാത്തതാണ്. അപ്പം 4 മാത്രം ശരി. അടുത്ത ചോദ്യം നോക്കാം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയൽ രോഗങ്ങൾ വരുന്ന ജോഡി ഏതൊക്കെയെന്നുള്ളതാണ്. എലിപ്പനി ഡിഫ്തീരിയ, ക്ഷയം എയ്ഡ്സ്, വട്ടച്ചൊറി മലമ്പനി, ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ. ഓക്കെ, അപ്പം താഴെ കൊടുക്കുന്നതിൽ ബാക്ടീരിയൽ രോഗങ്ങൾ വരുന്ന ജോഡി ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാ? എലിപ്പനിയും ഡിഫ്തീരിയയും. എലിപ്പനിയും ഡിഫ്തീരിയാണ് എന്ത്? ബാക്ടീരിയൽ രോഗങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ബാക്ടീരിയൽ രോഗങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി ഒക്കെ വരുന്ന ഏതാ? ക്ഷയം എയ്ഡ്സ് എന്ന് പറയുന്നത് വൈറസ് ഡിസീസ് ആണ്. വട്ടച്ചൊറി എന്ന് പറയുന്ന ഫംഗല്, മലമ്പനി പ്രോട്ടോസോവൻ രോഗങ്ങൾ, ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് വീണ്ടും വൈറസ് രോഗങ്ങളാണ്. ക്ഷയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമുക്ക് കുറച്ച് ബാക്ടീരിയൽ രോഗം, വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാക്ടീരിയൽ രോഗങ്ങൾ. ബാക്ടീരിയൽ രോഗങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോഡുകളുണ്ട്. നിങ്ങൾ പലരും ഒരുപാട് കോഡുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും വിടണ്ട, അത് തന്നെ പഠിച്ചു. പഠിക്കാത്തവർക്ക്, കിട്ടാത്തവർക്ക് എഴുതിയേക്കുന്ന LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന് PC-ക്ക് കൊടുത്തു. എന്താ? LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന് PC-ക്ക് കൊടുത്തു. LTT L ലെപ്രസി, കുഷ്ഠം, ലെപ്രസിയാണ് L. T ടൈഫോയിഡ്, വീണ്ടും T ട്യൂബർക്കുലോസിസ്, പിന്നെ വരുന്നത് എലിപ്പനി. വരുന്നത് എലിപ്പനി. LTT പഠിച്ചോ? L ലെപ്രസി, ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്, എലിപ്പനി. പിന്നെ വരുന്നത് സ്റ്റാമ്പ് S എന്ന് പറഞ്ഞാൽ സിഫിലിസ്. വീണ്ടും T വരുന്നു ടെറ്റനസ്. ഓക്കെ, പിന്നെ A വരുന്നു ആന്ത്രാക്സ്. M വരുന്നു മാൾട്ടാപ്പനി. ഓക്കെ, പിന്നെ വരുന്ന P ആണ് പ്ലേഗ്. വരുന്നത് പ്ലേഗ്. ഓക്കെ ആണല്ലോ. ഇനി DGPക്കാ കൊടുത്തത്. D എന്താ? ഡിഫ്തീരിയ. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്തീരിയ. G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൊണേറിയ. P പെർട്യൂസസ്, വില്ലൻ ചുമ. അടുത്ത B ബോട്ടുലിസം എന്ന് പറയും. ബോട്ടുലിസം. ഓക്കെ, ഇരുന്ന് ആർക്ക് കൊടുത്തു? PC-ക്ക് കൊടുത്തു. P എന്ന് പറഞ്ഞാൽ വീണ്ടും നിമോണിയ. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളറ. അപ്പൊ ഇതാണ് ബാക്ടീരിയൽ രോഗങ്ങൾ. കോഡ് കൊടുത്തിട്ടുണ്ട്, പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഏതൊക്കെയാ? ലെപ്രസി, ടൈഫോയിഡ്, ട്യൂബർക്കുലോസിസ്, എലിപ്പനി. LTT കഴിഞ്ഞല്ലോ. LTTയുടെ സ്റ്റാമ്പ് സിഫിലിസ്, T ടെറ്റനസ്, A ആന്ത്രാക്സ്, M മാൾട്ടാപ്പനി, P നിമോണിയ. ഓക്കെ, ഇനി DGPക്കാ കൊടുത്തത്. D ഡിഫ്തീരിയ, G ഗൊണേറിയ, P പ്ലേഗ്. ബോട്ടിലിരുന്നാ കൊടുത്തത്. ബോട്ടിലിസം. PC-ക്കാ കൊടുത്തത്. PC വരുമ്പം വീണ്ടും എന്താ? പെർട്യൂസസ്, കോളറ. ഓക്കെ, ഇനി വൈറസ് രോഗങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. വൈറസ് രോഗങ്ങൾ എന്തൊക്കെയാ? അതിൻ്റെ ഒരു കോഡാണ്. CI രമേശ് BCC-യിൽ പോയി MSW എടുത്ത് DYSP ആയി. അല്ലയോ? DYSP ആവാൻ എങ്ങനെ എന്താ ചെയ്തത്? CI രമേശ് BCC-യിൽ പോയി MSW എടുത്തിട്ട് DYSP ആയി. ഓക്കെ, നമുക്ക് നോക്കാം. C ചിക്കൻ പോക്സ്, I ഇൻഫ്ലുവൻസ, രമേശിന്റെ R റാബിസ്, A എയ്ഡ്സ്, M മീസൽസ്, E എബോള, S സ്മോൾ പോക്സ്, H ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, അപ്പം രമേശിന്റെ R റാബിസ്, A എയ്ഡ്സ്, M മീസൽസ്, അഞ്ചാം പനി. ഓക്കെ, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോള, S എന്ന് പറയുന്നത് സ്മോൾ പോക്സ്, H ഹെപ്പറ്റൈറ്റിസ്. എവിടാ പോയ? BCC-യിൽ പോയ ബേർഡ് ഫ്ലൂ, C ജലദോഷം, കോമൺ കോൾഡ്. ഓക്കെ, വീണ്ടും C ചിക്കൻ ഗുനിയ. BCC-യിൽ പോയി MSW എടുത്തത്. MSW മുണ്ടുനീര്, മംസ് നമ്മുടെ പരോട്ടിക് ഗ്ലാൻഡിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് മംസ്, മുണ്ടുനീര്. S സ്വൈൻ ഫ്ലൂ. W അരിമ്പാറ, വാട്സ് എന്ന് പറയും. അതാണ് W, വാട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്, അരിമ്പാറ. ഇനി D ഡെങ്കി എന്താ? വൈറസ് ഡിസീസ് ആണ്. DYSP D ഡെങ്കി, Y മഞ്ഞപ്പനി, S സാർസ്, P പോളിയോ. ക്ലിയർ ആണല്ലോ. ഇനി പൊതുവെ ചോദിച്ചിട്ടുള്ള, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താം. എന്താ? നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു 80% അല്ലെങ്കിൽ 85% രോഗങ്ങളിലും T വെച്ച് തുടങ്ങുന്ന രോഗങ്ങളെല്ലാം എന്തായിരുന്നു? ബാക്ടീരിയൽ രോഗങ്ങളായിരുന്നു. അല്ലയോ? ദാണ്ടെ നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ടൈഫോയിഡ്, ട്യൂബർക്ലോസിസ്, ടെറ്റനസ്, ഇതൊക്കെ തന്നെയാണ് സ്ഥിരം ചോദിക്കുന്നത്. അല്ലയോ? അത് മൂന്നും എന്താ? ബാക്ടീരിയൽ രോഗമാണ്. ഓക്കെ, അതേപോലെ പോളിയോ ഒഴികെയുള്ള P കൊണ്ട് തുടങ്ങുന്ന മനസ്സിലായി? ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്നവരില്ല. ഇത് മാത്രം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ഥിരം ചോദ്യം, നമുക്ക് PSC-യിൽ സ്ഥിരം ചോദിക്കുന്ന രോഗങ്ങളുടെ ഒരു രീതി ഞാൻ പറഞ്ഞത്. പോളിയോ ഒഴികെ ബാക്കി P വെച്ച് തുടങ്ങുന്നതെല്ലാം എന്തുവാ? ബാക്ടീരിയൽ രോഗമാണ്. ദാണ്ടെ നോക്കിയേ, ഇവിടെ പ്ലേഗ്, പെർട്യൂസിസ്, നിമോണിയ, പിന്നെ ചോദിക്കുന്നത് പോളിയോ. ഇത് നാലും തന്നെ അല്ലയോ P വെച്ച് തുടങ്ങുന്നതിനകത്ത് ചോദിക്കുന്നത്. അതിനകത്ത് പോളിയോ ഒഴികെ ബാക്കി എല്ലാം എന്തുവാ? ബാക്ടീരിയൽ രോഗം, പോളിയോ വൈറസ് രോഗം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ചോദ്യം കിട്ടിയല്ലോ. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത്
പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രുതി മധുരം, നയനാമൃതം, കരുതൽ ചൈൽഡ് കെയർ, അമൃതം ആരോഗ്യം. ഓക്കെ, പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി അത് ഏതിന്റെ കീഴിൽ വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃതം ആരോഗ്യത്തിന്റെ കീഴിലാണ്. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രമേഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന റെറ്റിനോപ്പതി, കണ്ണിനെ ബാധിക്കുന്നത്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ടേം ഏതാ? നയനാമൃതം പദ്ധതിയാണ്. അപ്പൊ 2 മാത്രം ശരിയാണ് ആൻസർ. 2 മാത്രം ശരിയെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഈ നയനാമൃതം പദ്ധതി ഏതിന്റെ കീഴിൽ വരുന്നതാ? അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്നതാണിത് നയനാമൃതം എന്ന് പറയുന്നത്. മനസ്സിലായോ? നയനാമൃതം ഏതിന്റെ കീഴിൽ വരുന്നതാണ്? അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന ഒരെണ്ണമാണ് നയനാമൃതം. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് ഏത് സ്ഥലത്ത്? IIT മദ്രാസ്, IIT ബോംബെ, IIT ഹൈദരാബാദ്, IIT ഡൽഹി. ഇതിന്റെ ആൻസർ എന്താ? IIT ബോംബെയിലാണ്. മനസ്സിലായോ? അതായത് ഓപ്ഷൻ എ ആണ് ശരി, IIT ബോംബെയിലാണ്. അടുത്ത, രക്തത്തിന്റെ pH അല്പം ക്ഷാര സ്വഭാവമുള്ളതാണ്. അതിന്റെ pH തിരിച്ചറിയുക. ഒരുപാട് വട്ടം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. രക്തത്തിന്റെ pH വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 7.4 ആണ്. 7.4 ആണ്. അല്ലെങ്കിൽ തന്നെ അതാ നോക്കിയേ, അല്പം ക്ഷാരസ്വഭാവമുള്ളതാണെന്നാണ് പറഞ്ഞത്, ഇല്ലയോ? അല്പം ക്ഷാരസ്വഭാവം എന്ന് പറയുമ്പം തന്നെ നമുക്ക് വെട്ടിക്കളയാം. 5.6 അല്ല, അത് അമ്ലമാണ്. 7ന്റെ താഴെ ഏതാ? ആസിഡ് ആണ്. അപ്പൊ ഇതും വെട്ടാം. 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. അപ്പൊ ഇതും വെട്ടാം. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്പ ക്ഷാര സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഒരു 50-50 ചാൻസ് ആണ്. 7.4, 7.8. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 7.4 ആണ്. രക്തത്തെക്കുറിച്ചുള്ള പഠനം എന്തുവാ? രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്ന് പറയും. മനസ്സിലായോ? അപ്പം രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി എന്ന് പറയുന്നത്. രക്തത്തിന്റെ pH വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 7.4. ഓക്കെ, ഇനി അതേപോലെ ചോദിച്ചിട്ടുണ്ട് ഉമിനീരിന്റെ pH വാല്യൂയും ചോദിച്ചിട്ടുണ്ട്. ഉമിനീരിന്റെ pH വാല്യൂ 6.8 അല്ലെങ്കിൽ 6.4. ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. 6.8ഉം 6.4ഉം ആൻസറിലായിട്ട് കൊടുത്തിട്ടുണ്ട് PS ഇതിനു മുമ്പ്. അപ്പം 6.8, 6.4 ഈ രണ്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യമാണ്, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഓക്കെ, അപ്പം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിരക്ഷയ്ക്കായി ആരംഭിച്ച ഒരു പദ്ധതി ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. മനസ്സിലായോ? അതേതാ പദ്ധതി? ശലഭം പദ്ധതിയാണ്. ശലഭം പദ്ധതി. മനസ്സിലായോ? ഹൃദ്യം പദ്ധതി എന്തുവാ? ഇതെല്ലാം കുട്ടികളെ തന്നെ ബാധിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇതെല്ലാം. എന്നിട്ട് ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികളുടെ പരിശോധനയും മറ്റു കാര്യങ്ങളുമാണ് ഹൃദയം പദ്ധതി. ബാലമുകുളം എന്ന് പറഞ്ഞാൽ എന്താ? ബാലമുകുളം അതും സ്കൂൾ തലത്തിലുള്ള ഒരു സ്കൂൾ തലത്തിലെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. സുരക്ഷാ പദ്ധതിയാണ്. ഇതാരാ നടപ്പിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ വകുപ്പ്. ആയുർവേദ വകുപ്പ് ചേർന്ന് നടത്തുന്നതാണ് ബാലമുകുളം എന്ന് പറയുന്നത്. താലോലം എന്ന് പറഞ്ഞാൽ എന്തുവാ? അതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ നാഡീ സംബന്ധമായ അസ്ഥി സംബന്ധമായ വൈകല്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ചികിത്സാ ചെലവ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? താലോലം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ശലഭം എന്താണെന്ന് മനസ്സിലായി? അതാണ് ചോദ്യം. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കുള്ള പദ്ധതിയാണ് ശലഭം. ഹൃദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹൃദയ തകരാറ് കണ്ടുപിടിക്കാനും പരിഹരിക്കാനുള്ളത് ഹൃദ്യം. ബാലമുകുളം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആയുർവേദ വകുപ്പിന്റെ കീഴിൽ സ്കൂൾ തലത്തിലുള്ള ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ നാഡീ സംബന്ധമായ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ നിർണ്ണയിക്കല്, ശസ്ത്രക്രിയ, അതിന്റെ ചെലവ് വഹിക്കല്, അതൊക്കെയാണ് താലോലം പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക.
പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, കാൽസിറ്റോണിൻ പാരാതെർമോൺ, തൈമോസിൻ തൈറോക്സിൻ, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൈമോസിനും തൈറോക്സിനുമാണ്. മനസ്സിലായോ? നമുക്ക് ഇൻസുലിനും ഗ്ലൂക്കഗോണും എടുക്കാം. ആദ്യത്തെ ജോഡിയാണ് ഇൻസുലിൻ ഗ്ലൂക്കഗോൺ. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുവാണെങ്കിൽ, രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെങ്കിൽ അതിനെന്ത് ചെയ്യും? കുറയ്ക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ മൊത്തത്തിൽ എഴുതണ്ട. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൊണ്ട് നോർമലിലേക്ക് ഒഴുകും. കുറച്ച് സാധാരണ നിലയിലെത്തിക്കുന്നു. മനസ്സിലായോ? ഇനി ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവാണെങ്കിൽ കുറവാണെങ്കിൽ അതിനെ കൂട്ടും, അല്ലയോ? കൂട്ടിക്കൊണ്ട് സാധാരണ നിലയിലെത്തിക്കും. ഓക്കെ ആണല്ലോ. ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? പാൻക്രിയാസ്. ഓക്കെ, പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ച് നോർമലിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിനും, ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറവാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഗ്ലൂക്കഗോണുമാണ്. ഓക്കെ, അടുത്ത രണ്ടെണ്ണമാണ് കാൽസിറ്റോണിനും പാരാതെർമോണും. ഇത് രണ്ടും എന്താ ചെയ്യുന്നത്? കാൽഷ്യത്തിന്റെ അളവിനെ ഇതേപോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. കാൽഷ്യത്തിന്റെ അളവിനെ കുറച്ചുകൊണ്ട് നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്നത് കാൽസിറ്റോണിനും, കൂട്ടിക്കൊണ്ട് നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്നത് പാരാതെർമോണും. ഓക്കെ, ഇനി അതേപോലെ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അഡ്രിനാലിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതായത് നമ്മൾ ഇപ്പം പെട്ടെന്ന് ഒരു പട്ടിയെ കാണുകയോ അല്ലെങ്കിൽ പാമ്പിനെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാ മാറ്റങ്ങൾ? അഡ്രിനാലിൻ്റെ അളവ് കൂടും, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, ശ്വസന നിരക്ക് കൂടും, ഊർജ്ജോൽപാദനം കൂടും, അങ്ങനെ പല മാറ്റങ്ങൾ വരും. അതിനെയാണ് നമ്മൾ സിമ്പത്തറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ പട്ടി അതിൻ്റെ പാട്ടിന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ അവസ്ഥകളെല്ലാം നമ്മുടെ പഴയയിലേക്ക് വരും. അതായത് നമ്മുടെ അഡ്രിനാലിൻ്റെ അളവ് കുറയും, നമ്മുടെ ബ്ലഡ് പ്രഷർ ഹൃദയമിടിപ്പ് നോർമലാവും, ശ്വസന നിരക്ക് നോർമലാവും, അങ്ങനെ എല്ലാം നോർമലിലേക്ക് തിരിച്ചു വരും. അതാണ് പാരാസിമ്പത്തറ്റിക്. ക്ലിയർ ആണല്ലോ. എന്നാൽ തൈമോസിനും തൈറോക്സിനും എന്താ? തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ഏജ് ആവാൻ കാരണം, നമുക്ക് പ്രായമാകാൻ കാരണം, അല്ലെങ്കിൽ പ്രായം കൂടുന്തോറും പ്രതിരോധശേഷി കുറയാൻ കാരണമായ ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ തൈമോസിൻ. യൂത്ത് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നതാണെന്ത്? തൈമോസിൻ. തൈറോക്സിനോ? അത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഇത് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് പക്ഷാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം, ഹൃദയാഘാതം. അപ്പൊ ഇതിനകത്ത് ഏതാ? കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണെന്ത്? നമുക്ക് പഠിക്കാനുണ്ട്. കൊറോണറി ധമനി എന്താണെന്നറിയോ? കൊറോണറി ധമനി എന്തോ നമുക്ക് ആദ്യം അറിയണം. എന്തുവാ കൊറോണറി ധമനി? കൊറോണറി ധമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം പ്രവർത്തിക്കാൻ വേണ്ടി ഹൃദയത്തിലേക്ക് ശുദ്ധരക്തം എത്തിക്കണമല്ലോ. അപ്പം ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട്, ഹൃദയം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിന് ശുദ്ധരക്തം എത്തിക്കുന്ന ധമനികളാണെന്ത്? കൊറോണറി ധമനി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ കൊറോണറി ധമനിയിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് അതീറോസ്ക്ലീറോസിസ്. അതീറോസ്ക്ലീറോസിസ്. ഈ അതീറോസ്ക്ലീറോസിസ് കുറെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാനുള്ള കൊഴുപ്പിന്റെ അളവ് കൂടുക, അതീറോസ്ക്ലീറോസിസ് തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തം എത്തിയില്ലെങ്കിൽ ഹൃദയം പ്രവർത്തിക്കുകയോ ഇല്ല, ഹൃദയം നിൽക്കും. അതാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം. അപ്പം അതീറോസ്ക്ലീറോസിസ് എന്തിലേക്ക് നയിക്കുന്നു? ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി കൊറോണറി ധമനിയിൽ എന്തെങ്കിലും കൊഴുപ്പ് അടഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ തടസ്സമുണ്ടോ എന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോഗ്രാം.
ആൻജിയോഗ്രാം. അത് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റി. മനസ്സിലായോ? അപ്പം കൊറോണറി ധമനിയിൽ തടസ്സമുണ്ടോ എന്ന് കണ്ടെത്തുന്ന, ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ ആൻജിയോഗ്രാമും, നീക്കം ചെയ്യുന്ന ആ ബ്ലോക്കിനെ നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ വെച്ച് കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. മനസ്സിലായോ? ഇത് ഒരു ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി മതി. മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിലോ നമുക്കറിയാം, കൊല്ലം കാവനാട് റൂട്ടിലെ മൾട്ടിപ്പിൾ ബ്ലോക്ക് കാരണം ഇപ്പുറത്ത് പണിഞ്ഞ ഒരു റോഡാണ് എന്ത്, ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും മൾട്ടിപ്പിൾ ബ്ലോക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബൈപ്പാസ് ആയിട്ട് നമ്മളൊരു ആർട്ടറി കൊടുക്കും. അതാണ് ബൈപ്പാസ് സർജറി എന്ന് പറയും. ബൈപ്പാസ് സർജറി. മനസ്സിലായോ? ബൈപ്പാസ് സർജറി. ക്ലിയർ ആണല്ലോ? അപ്പം മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി. ക്ലിയർ ആണല്ലോ? ഇനി പക്ഷാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക്. അതായത് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ പൊട്ടുകയോ രക്തക്കുഴൽ കട്ട പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, രക്തം എത്തിയില്ലെങ്കിൽ ഓക്സിജനോ പോഷണങ്ങളോ എത്തത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗമൊക്കെ ഭാഗികമായും പൂർണ്ണമായിട്ടും തളർന്നു പോകാം. അതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ അറിയാലോ, നമ്മുടെ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അമിത രക്തസമ്മർദ്ദം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ജീവകം എ, ഡി, സി, കെ എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. ജീവകം B3യുടെ അപര്യാപ്ത രോഗമാണ് പെല്ലഗ്ര. എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകമാണ് എ. ജീവകം കെയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു, ജീവകം B3യുടെ അപര്യാപ്ത രോഗമാണെന്ത്, പെല്ലഗ്ര. ത്വക്കിനെ ബാധിക്കുന്നു. 4D സിൻഡ്രം, 3D സിൻഡ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാ, പെല്ലഗ്ര. ഏതിന്റെ അപര്യാപ്ത രോഗമാണ്? B3യുടെ അപര്യാപ്ത രോഗമാണ്. മനസ്സിലായോ? ജീവകം എ, ഡി, സി, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നു. ശരിയാണോ? അല്ല. കൊഴുപ്പിനെ ലയിക്കുന്ന ജീവകം രണ്ടായിട്ടാണ് സൊല്യൂബിലിറ്റിയുടെ ബേസിസിൽ ഡിവൈഡ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാ? ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് കൊഴുപ്പിൽ ലയിക്കുന്നതുകൊണ്ട്. മനസ്സിലായോ? കൊഴുപ്പിൽ ലയിക്കുന്നത് നമുക്കറിയാം, കൊഴുപ്പ് കേടാന്ന് നമുക്കറിയാം, ഇല്ലയോ? കൊഴുപ്പ് കേടാണ്. അപ്പം KEDA, കൊഴുപ്പ് കേടാ. ഏതൊക്കെ വൈറ്റമിനാ? വൈറ്റമിൻ എ, ഡി, ഇ, കെ. ഇതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകം. അങ്ങനെയാണെങ്കിൽ ജലത്തിൽ ലയിക്കുന്നത് ബാക്കി ഏതൊക്കെയാ? ബിയും സിയും ആണ് ജലത്തിൽ ലയിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എല്ലുകളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസിഫെറോൾ. അത് ജീവകം ഡി ആണ്. ജീവകം ഡി ആണെന്ത്? എല്ലിന്റെ ആരോഗ്യത്തിന്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ ആരോഗ്യത്തിനാണ് എ. ഇനി ജീവകം കെയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് സ്കർവി. തെറ്റാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സി ആണ് സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. കെയുടെ അപര്യാപ്ത രോഗം എന്ന് പറഞ്ഞാൽ ഹെമറേജ്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. മന്ദരോഗം ഉണ്ടാകുന്ന രോഗാണു ഏത്? ഫൈലേറിയൽ വിരകള്, പ്ലാസ്മോഡിയം, ലെപ്റ്റോസ്പൈറ, സാൽമോണല. ഇതിനകത്ത് മന്ദരോഗം ഉണ്ടാകുന്ന രോഗാണു ഏതെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഏതാ ആൻസർ? ഫൈലേറിയൻ വിരകളാണ്. ഫൈലേറിയൻ വിരയാണ് മന്ദരോഗത്തിന് കാരണം. പ്ലാസ്മോഡിയം എന്തുവാ? മലമ്പനിക്ക് കാരണമാണ്. മലമ്പനിയാണ് പ്ലാസ്മോഡിയം. സാൽമോണല ടൈഫോയിഡിന് കാരണം. ലെപ്റ്റോസ്പൈറ എലിപ്പനിയാണ് ലെപ്റ്റോസ്പൈറ. ഫൈലേറിയൻ വിരകള് മന്ദരോഗം. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം ഏതാ? അത് പിത്തരസമാണ്. മനസ്സിലായോ? പിത്തരസമാണ് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? താണ്ട ഇവിടെ ഉമിനീര് കൊടുത്തിട്ടുണ്ട്. ഉമിനീരിൽ എന്തുണ്ട്? ഉമിനീരിൽ എൻസൈമുകളുണ്ട്. ഏതൊക്കെയാ? സലൈവറി അമിലേസും പിന്നെ വരുന്നത് ലൈസോസൈമും പിന്നെ ആമാശയരസം. ഇവിടെ കാണുന്ന എൻസൈമാണ് ഏതൊക്കെ? പെപ്സിൻ, റെനിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഇനി ആഗ്നേയരസം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ഏതൊക്കെ? പാൻക്രിയാറ്റിക് അമിലേസ്, പാൻക്രിയാറ്റിക് ലിപ്പേസ്,
പിന്നെ ട്രിപ്സിൻ. മനസ്സിലായോ? ഇനി സലൈവറി അമിലേസ് ആരെയാ വിഘടിപ്പിക്കുന്നത്? അന്നജത്തെ വിഘടിപ്പിക്കുന്നു. മനസ്സിലായോ? അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നതാണ് എന്ത്? സലൈവറി അമിലേസ് എന്ന് പറയുന്നത്. ഇനി ലൈസോസൈം എന്തുവാ? രോഗാണുക്കളെ നശിപ്പിക്കുന്നതാണ് ലൈസോസൈം എന്ന് പറയുന്നത്. പിന്നെ ആമാശയ രസത്തിൽ വരുമ്പം പെപ്സിൻ ഉണ്ട്. പെപ്സിൻ എന്താ? പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നു. ഇത് പഠിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ? അമിലേസ് എന്ന് എവിടെ കണ്ടാലും അന്നജത്തെ വിഘടിപ്പിക്കുന്നു. ലിപ്പേസ് എന്ന് എവിടെ കണ്ടാലും കൊഴുപ്പിനെ വിഘടിപ്പിക്കുന്നു. എന്നാൽ കേട്ടാൽ മനസ്സിലാവാത്ത ഒരു പേരാണെങ്കിൽ അത് പ്രോട്ടീനെ വിഘടിപ്പിക്കുന്നു. സലൈവറി അമിലേസ് ഉണ്ടല്ലോ, അന്നജത്തെ വിഘടിപ്പിച്ചു. പെപ്സിൻ കേട്ടാൽ മനസ്സിലാകത്തില്ലല്ലോ, പ്രോട്ടീനെ വിഘടിപ്പിച്ചു. പ്രോട്ടീനെ എന്താക്കി മാറ്റി? പെപ്റ്റോൺസ് ആക്കി മാറ്റി. റെനിൻ കേട്ടാൽ മനസ്സിലാവോ? ഇല്ല, അതും ആരെ തന്നെ? പ്രോട്ടീനെയാണ്. പക്ഷെ ഏത് പ്രോട്ടീൻ എന്ന് ഓർത്ത് വെച്ചേക്കണം? കേസിൻ എന്ന് പറയുന്ന പാലിലടങ്ങിയ പ്രോട്ടീനാണ് കേസിൻ. ആ കേസിനെ പാരാക്കേസിനാക്കി മാറ്റുന്നു. മനസ്സിലായോ? ഗ്യാസ്ട്രിക് ലിപ്പേസ് എന്താ? ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. പിന്നെ പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ടല്ലോ, അപ്പം അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് ഉണ്ടല്ലോ, ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. ട്രിപ്സിൻ എന്താ ചെയ്യുന്നത്? ട്രിപ്സിൻ കേട്ടാൽ മനസ്സിലാകത്തില്ല. അപ്പൊ പ്രോട്ടീനാണ്. പ്രോട്ടീൻ ഏതവസ്ഥയാ? പെപ്റ്റോൺസ് ആണ്. ആ പെപ്റ്റോൺസിനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. ക്ലിയർ ആണല്ലോ? ഇതാണ് എൻസൈമുകളുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഇതിനകത്ത് കൊടുത്തിട്ടുള്ള പിത്തരസം ആരുൽപാദിപ്പിക്കുന്നതാ? കരള് ഉൽപാദിപ്പിക്കുന്ന ദഹനരസമാണ് എന്ത്? പിത്തരസം ദഹനത്തിന് എന്ത് സഹായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊഴുപ്പ് തന്മാത്രകളെ ചെറുതാക്കി മാറ്റുന്നു. അതേപോലെ അമ്ല സ്വഭാവമുള്ള ആഹാരത്തെ ക്ഷാര സ്വഭാവമുള്ളതാക്കുന്നു. മനസ്സിലായോ? ഇതാണ് പിത്തരസം ചെയ്യുന്നത്. വലിയ കൊഴുപ്പ് തന്മാത്രയെ ചെറുതാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ. അത് ചെയ്യുന്നത് പിത്തരസത്തിന്റെ ജോലി. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം: കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായും ആവിഷ്കരിച്ച പദ്ധതി. കിടപ്പ് രോഗികളെയും മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികളെയും കൗമാരക്കാരുടെയും ആരോഗ്യ പരിരക്ഷയ്ക്കായി ആവിഷ്കരിച്ച പദ്ധതി. ഇനി മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. മനസ്സിലായോ? അതിനകത്ത് ഏതാണ് സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്? ഏതാ? 4ാമത്തെ ഓപ്ഷനാണ്. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് സാമ്പത്തികപരമായും ആരോഗ്യപരമായും ആ കുട്ടിയെ നോക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയെ അതിൻ്റെ 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെയുള്ള അതിൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. നമ്മൾ സ്നേഹപൂർവ്വത്തോടെ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ? അടുത്തത്: മസ്തിഷ്കത്തിൽ ഡോപ്പമീൻ എന്ന നാഡീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ, പേശികളുടെ ക്രമരഹിതമായ ചലനം, ശരീര തുലനനില നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു. ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്? മനസ്സിലായോ? ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ നാഡീയ പ്രേക്ഷകമാണ്. മനസ്സിലായോ? എന്താ ഈ നാഡീയ പ്രേക്ഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ ന്യൂറോണിന്റെ സ്ട്രക്ചർ അറിയാമല്ലോ. അറിയാം. ഇതാണ് 2 ന്യൂറോൺസ് എന്ന് പറയുന്നത്. അടുത്തടുത്തിരിക്കുന്ന 2 ന്യൂറോൺസാണ് അല്ലയോ? ഈ ന്യൂറോണിലൂടെ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാ? ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൽ നിന്നും
ഡെൻഡ്രൈറ്റ്, ഈ ശാഖകളാണ്, ചെറിയ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്നും എന്ത് ചെയ്യും? ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്നും അതൊക്കെ ഇൻഫർമേഷൻ അകത്തേക്ക് കയറും, അകത്തേക്ക് സെൽ ബോഡിയിലേക്ക് കയറും. മനസ്സിലായോ? അവിടുന്ന് ഈ നീളമുള്ള ബ്രാഞ്ചിൽ നിന്നും നീങ്ങാൻ തുടങ്ങും. ഇതിനാണ് നമ്മൾ ആക്സോൺ എന്ന് പറയും, അല്ലയോ? ആക്സോൺ എന്ന് പറയും. ഈ ആക്സോണിൻ്റെ അറ്റത്തുള്ള ഈ അഗ്രഭാഗത്തേക്കുണ്ടല്ലോ, ഇങ്ങോട്ടേക്ക് ഈ ഇൻഫർമേഷൻ പോയി തുടങ്ങും. ഈ അഗ്രഭാഗത്ത് പറയുന്ന പേരാണ് ആക്സോനൈറ്റിലേക്ക് കയറും. ആക്സോനൈറ്റിൽ കയറും. ആക്സോനൈറ്റിൽ കയറി ഇതിൻ്റെ തുമ്പത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിനകത്തോട്ട് കയറും. ഈ ഇവിടുന്ന് അടുത്ത ന്യൂറോണിലേക്ക് വരുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്നതാണ് സിനാപ്റ്റിക് ഗ്യാപ്പ് അല്ലെങ്കിൽ സിനാപ്സ് എന്നൊക്കെ പറയും. ഈ ഗ്യാപ്പിലൂടെ ഈ ഇൻഫർമേഷൻസിനെ കൊണ്ടുപോകുന്ന ചില ആൾക്കാരെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മലയാളത്തിൽ നാഡീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയും. മനസ്സിലായോ? ഈ നാഡീയ പ്രേക്ഷകത്തിന് ഒരു എക്സാമ്പിളാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പാർക്കിൻസൺസ് രോഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഉത്തരം എന്തുവാ? പാർക്കിൻസൺസ് രോഗം. ക്ലിയർ ആണല്ലോ? അടുത്തത്, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. സിലിക്കോസിസ്, സോറിയാസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. ഓക്കെ, താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? സിലിക്കോസിസ്, സോറിയാസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 3 തൊഴിൽജന്യ രോഗങ്ങൾ കൂടി തന്നെയാണ് എന്ത്? ഈ ആസ്ബറ്റോസിസ്, ന്യൂമോകോണിയോസിസ്, സിലിക്കോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാറമടയിൽ ജോലി ചെയ്യുന്നവരിൽ, പാറമട, അതേപോലെ സ്വർണം, ടിന്ന്, മൈക്ക കനികളിൽ, പിന്നെ മൺപാത്ര നിർമ്മാണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരിൽ കാണുന്നതാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ശ്വാസകോശ സംബന്ധമായ രോഗമാണ് സിലിക്കോസിസ്. ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ബറ്റോസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരിൽ കാണുന്നത്. ന്യൂമോകോണിയോസിസ് എന്തുവാ? കൽക്കരി പാടങ്ങളിൽ, ജോലി ചെയ്യുന്നവരിൽ കാണുന്നതാണ് ന്യൂമോകോണിയോസിസ്. സോറിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ചർമ്മകോശങ്ങളൊക്കെ എന്ത് ചെയ്യും? അടിഞ്ഞുകൂടി ചെതമ്പല് പോലെയും ഒരു ചൊറിയുന്ന രീതിയിലൊക്കെ മാറും. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും വരും. ആ ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനകത്ത് തൊഴിൽജന്യ രോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3 സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, ആസ്ബറ്റോസിസ് ആണ് തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിന് പക്ഷെ ഉത്തരം എന്തുവാ? അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ സോറിയാസിസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളെ WBCകൾ പറ്റിയാണ് ഇത് പറയുന്നത്. WBCയെ പറ്റിയായി പറയുന്നത്. WBC നമുക്കറിയാം 5 തരത്തിലുള്ള WBC ഉള്ളത്. അതാണ് ന്യൂട്രോഫില്, ബേസോഫില്, ഈസിനോഫില്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണോസൈറ്റ് ആണ് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫില്, ഏറ്റവും കുറവുള്ളത് ബേസോഫില്, ഏറ്റവും ചെറുത് ലിംഫോസൈറ്റ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഏറ്റവും വലുത് ഏതാ? മോണോസൈറ്റ്. ചെറുത് ലിംഫോസൈറ്റ്, കൂടുതൽ ന്യൂട്രോഫില്, കുറവ് ബേസോഫില്. ഓക്കെ ആണല്ലോ? ഇനി ന്യൂട്രോഫിലിന്റെ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ആ പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ന്യൂട്രോഫിൽ ചെയ്യുന്ന ജോലിയാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. അത് തന്നെയാണ് ആരും ചെയ്യുന്നത്? മോണോസൈറ്റും ചെയ്യുന്നത്. അപ്പൊ ന്യൂട്രോഫിലിന്റെയും മോണോസൈറ്റിന്റെയും ജോലിയാണ് ഫാഗോസൈറ്റോസിസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടുമല്ലോ. എന്താ? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ് ജോലി. ബാക്കിയുള്ളതിന്റെയും കൂടെ ജോലി ഒന്ന് നോക്കിക്കോ. എന്താ? ബേസോഫിൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു, മറ്റ് WBCകളെ ഉത്തേജിപ്പിക്കുന്നു. അതൊക്കെയാണ് ആരുടെ ജോലി? ബേസോഫിലിന്റെ ജോലി. ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ പോലുള്ള പദാർത്ഥങ്ങൾ സ്രവിപ്പിച്ചുകൊണ്ട് വീങ്ങൽ പ്രതികരണത്തിന് സഹായിക്കുന്നു. അതൊക്കെ ആരുടെ ജോലിയാ?
ബേസോഫിലിന്റെ. ഒരു തവണ ചോദിച്ച ചോദ്യമാണ്. ഹെപ്പാരിൻ അടങ്ങിയ WBC ഏതാ? ബേസോഫിൽ. ഓക്കെ. ഈസിനോഫിൽ എന്താ? ഒരു രോഗാണു അന്യവസ്തു കയറിക്കഴിഞ്ഞാൽ അതിനെതിരെയുള്ള രാസവസ്തുക്കളെ നിർമ്മിക്കുക, വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കളെ നിർമ്മിക്കുക, അതൊക്കെയാണ് ഈസിനോഫിൽ. അലർജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക, അതാണ് ഈസിനോഫിൽ. മോണോസൈറ്റ് പഠിച്ചു, ഫാഗോസൈറ്റോസിസ്. ലിംഫോസൈറ്റ് എന്താ? രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുക. ഓക്കെ, WBC പഠിച്ചല്ലോ. അടുത്ത ചോദ്യം നോക്കാം. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ബ്ലൂ എക്കണോമി, പ്രകൃതിയുടെ നിറങ്ങൾ, അതിജീവനത്തിനായി ഒരു ബ്ലൂ പ്രിന്റ്, നിശബ്ദ വസന്തം. ഇത് ഒരുപാട് തവണ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഏത് ആൻസർ? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിങ്. ഇത് എന്തിനെ ബന്ധപ്പെട്ടിയാണ് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DDTയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റിയാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം, സോഡിയം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ, അയൺ, കാൽഷ്യം, ക്ലോറൈഡ്, മഗ്നീഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയൺ, സിങ്ക്. അപ്പൊ ഇതിനകത്ത് സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ധാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളെയും റെഗുലേറ്റ് ചെയ്യുന്നത് ആരാ? ഈ മിനറൽസ് ആണ്. ഈ തരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ ജോലിയാണ് പല പ്രവർത്തനങ്ങളെയും റെഗുലേറ്റ് ചെയ്യുക. ശരീരത്തിലെ റെഗുലേറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ധാതുക്കളെയാണ്. ഓക്കെ, ഈ ധാതുക്കൾ നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ഈ ശരീര പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന 16 തരത്തിലുള്ള ധാതുക്കളുണ്ട്. ഈ ധാതുക്കളെയെല്ലാം നമ്മൾ 2 കാറ്റഗറി ആയിട്ട് പിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂലധാതുവും സൂക്ഷ്മധാതു എന്നും പറഞ്ഞ് 2 കാറ്റഗറി ഉണ്ട്. സ്ഥൂലധാതു എന്താ? ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കൂടുതൽ പെർ ഡേ, അതിൽ കൂടുതൽ വേണ്ടുന്നതാണ്. 100 മില്ലിഗ്രാം പെർ ഡേയിൽ കൂടുതൽ വേണ്ടുന്ന ധാതുക്കളെയാണ് നമ്മൾ സ്ഥൂലധാതുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതേപോലെ 100 മില്ലിഗ്രാം പെർ ഡേ കുറവ് വേണ്ടുന്ന, അതായത് ഒരു ദിവസം 100 മില്ലിഗ്രാമിൽ കുറവ് വേണ്ടുന്ന ധാതുക്കളെയാണ് നമ്മൾ സൂക്ഷ്മധാതുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിവസവും 100 മില്ലിഗ്രാം കൂടുതൽ ആവശ്യമായി വരുന്ന ധാതുക്കളാണ് സ്ഥൂലധാതുക്കൾ. എക്സാമ്പിൾ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം, സൾഫർ, ക്ലോറൈഡ്, ഫോസ്ഫറസ്. സൂക്ഷ്മധാതുക്കളുടെ എക്സാമ്പിളാണ് എന്താ? 100 മില്ലിഗ്രാമിന് താഴെ മാത്രം ആവശ്യം. അയൺ, ക്രോമിയം, അയഡിൻ, കോപ്പർ, മാംഗനീസ്, സെലീനിയം, സിങ്ക്, ഫ്ലൂറിൻ. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എന്താ? കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. സോഡിയം എന്ത് തന്നെയാണ്? ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. സോഡിയം എന്ത് തന്നെ? ഒരു സ്ഥൂലധാതുവിന് എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താ? ആൻസർ എന്താ? ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. മാതാപിതാക്കളിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞാണ് സ്നേഹപൂർവം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. താലോലം എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. താലോലം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ, നാഡി സംബന്ധമായ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സ ധനസഹായം കൊടുക്കുന്നതാണ് താലോലം. സമാശ്വാസം പദ്ധതി എന്തുവാ? 4 തരത്തിലുള്ള സമാശ്വാസം പദ്ധതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? സമാശ്വാസം 1 എന്തുവാ? വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്, അല്ല, വൃക്ക തകരാറിലായവർക്ക് കൊടുക്കുന്നതാണ് സമാശ്വാസം 1. സമാശ്വാസം 2 എന്തുവാ? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ക ഡയാലിസിസിന് വേണ്ടി, വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തത് വൃക്ക തകരാറായവർക്ക് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നു, 1100 രൂപ കൊടുക്കുന്നു. സമാശ്വാസം 2 എന്താ? വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നു. സമാശ്വാസം 3 എന്താ? ഹീമോഫീലിയ രോഗബാധിതർക്ക് വേണ്ടിയിട്ട് പ്രതിമാസം 1000 രൂപ കൊടുക്കുന്നു. ഇനി സമാശ്വാസം 4 എന്താ? സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് കേട്ടോണം, സിക്കിൾ സെൽ അനീമിയ ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രതിമാസം 2000 രൂപ കൊടുക്കുന്നതാണ് സമാശ്വാസം പദ്ധതികൾ. ഓക്കെ ആണല്ലോ. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാൽ, മുട്ട എന്നിവയിൽ നിന്ന് കാണുന്നു. ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. യുവത്വം നിലനിർത്തുന്നു. രോഗപ്രതിരോധ ശേഷി, മോണയുടെ ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതാ സിയുടെ പ്രസ്താവന അല്ലാത്തത്? രോഗപ്രതിരോധ ശേഷി. അതൊക്കെയാണ് സിയുടെ ധർമ്മം എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു,
ജലദോഷത്തിനെതിരെ ഔഷധമായി നൽകുന്നു. അതേപോലെ തന്നെ ഇരുമ്പിൻ്റെ ആഗീരണത്തിന് സഹായിക്കുന്നു. മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന എങ്ങനെ? അതിൻ്റെ പര്യാപ്ത രോഗമാണ് സ്കർവി, അല്ലയോ? അപ്പോൾ മോണയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് ശരിയാണ്. ഇനി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നു, ശരിയാണ്. ഇനി ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു, ശരിയാണ്. ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും സി ആണ്. പാൽമുട്ട എന്നിവയിൽ കാണുന്ന വൈറ്റമിൻ, ഇത് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? പാൽമുട്ട എന്നിവയിൽ കാണുന്ന ജീവകം എന്നുള്ളത് തെറ്റാ. പാൽമുട്ട എന്നിവയിൽ കാണാത്ത ജീവകമാണ് എന്ത്? വൈറ്റമിൻ സി. വൈറ്റമിൻ സി എവിടെ നിന്നാണ് കിട്ടുന്നത്? സിട്രസ് ഫ്രൂട്ട്സിൽ നിന്ന്. നാരങ്ങ, പേരയ്ക്ക, ഓറഞ്ച് പോലുള്ള സിട്രസ് ഫ്രൂട്ടിൽ നിന്നുമാണ് പ്രധാനമായിട്ടും നമുക്ക് സി കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? കണ്ണിലെ ലെൻസ് അതാര്യമായി കാഴ്ച വ്യക്തമാക്കാത്തതുകൊണ്ട്, കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്, റോഡ് കോശങ്ങളുടെ തകരാറ് മൂലം പച്ച, മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്, റെറ്റിനാലിന്റെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെ ഉത്തരം? വർണ്ണാന്ധത. എന്താ? പച്ച, മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. അപ്പോൾ ആൻസർ സി. ഓക്കെ, അടുത്ത ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണമാണെന്ത്? ECG, CT സ്കാന്, EEG, MRI സ്കാന്. എന്തുവാ? മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ പരിശോധിക്കുന്നത് EEG. EEG എന്താ? ഇലക്ട്രോ എൻസെഫലോഗ്രാം. അടുത്തത് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. അടുത്തത് CT സ്കാൻ എന്താന്ന് നോക്കാം. CT സ്കാൻ എന്താ? കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാൻ എന്ന് പറയും. ഇതിൻ്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി. അടുത്തത് MRI സ്കാൻ. എന്തുവാ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ. അതാണ് MRI സ്കാൻ എന്ന് പറയുന്നത്. EEG ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ പരിശോധിക്കുന്നത്. ECG എന്താ? ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇതാണെന്ത്? ഉപയോഗിക്കുന്ന ഉപകരണമാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. ഓക്കെ, അപ്പം ടൈപ്പ് 2 പ്രമേഹം എന്തുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടും. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ജീവിതശൈലി രോഗമാണ്. ടൈപ്പ് 2 പ്രമേഹം. ഇനി ഒന്ന് വായിച്ചു നോക്ക്. അതായത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. അത് തന്നെയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ജോലി. അപ്പം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുക. നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ട്. ഈ കൊഴുപ്പിനെ എന്ത് ചെയ്യും? നമ്മൾ കോശത്തിലേക്ക് മാറ്റും. ആ സമയത്ത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ വന്ന് ഈ ഗ്ലൂക്കോസിനെ എടുത്തോട്ട് കോശത്തിലോട്ട് പോകും. പക്ഷേ കോശത്തിനകത്ത് കയറാൻ നേരത്ത് കോശത്തിനകത്ത് ആരിരിപ്പുണ്ട്? കൊഴുപ്പിരിപ്പുണ്ട്. കൊഴുപ്പടങ്ങിയ കോശങ്ങൾ ഇൻസുലിനെ സ്വീകരിക്കത്തില്ല. അതായത് കൊഴുപ്പടങ്ങിയ കോശങ്ങൾ എന്തായി മാറും? ഇൻസുലിൻ പ്രതിരോധമായി മാറും. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത് ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹം. മനസ്സിലായോ? അപ്പോൾ ആ ഗ്ലൂക്കോസ് രക്തത്തിൽ തന്നെ ഇരിക്കും. അതാണ് ടൈപ്പ് 2 പ്രമേഹം. അപ്പോൾ ഇത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് ശരിയാണ്. പൊണ്ണത്തടിയും ജീൻ തകരാറുമൊക്കെ ഈ രോഗത്തിന് കാരണമാണ്. ശരിയാണ്. ജീവിതശൈലി രോഗത്തിൻ്റെ പ്രശ്നമല്ലേ എഴുതിയിരിക്കുന്നത്? ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്ന് വഴിയും നമുക്കിത് നിയന്ത്രിക്കാം. അതും ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞേക്കുന്ന ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എന്ത്? ആൻസറായിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഏറ്റവും വലിയ ധമനി ചോദിച്ചു കഴിഞ്ഞാലും ഏറ്റവും വലിയ രക്തക്കുഴൽ ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെ? അയോർട്ടയാണ്. മനസ്സിലായോ? വീനക്കാവ എന്താ? 2 ടൈപ്പ് വീനക്കാവയുണ്ട്. സുപ്പീരിയർ വീനക്കാവ,
സുപ്പീരിയർ വീന കാവ അല്ലെങ്കിൽ ഊർധ്വ മഹാസിര എന്ന് പറയും. ഇത് ഇൻഫീരിയർ വീന കാവ. ഏതാ? അധോ മഹാസിര. അധോ മഹാസിര. ഓക്കെ, ഇതിനകത്ത് അധോ മഹാസിരയാണ് ഏറ്റവും വലിയ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അധോ മഹാസിരയാണ് ഏറ്റവും വലിയ സിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇനി കരോട്ടിഡ് ധമനി എന്താ? കരോട്ടിഡ് ധമനി എന്താ? മുഖത്തിലേക്ക്, നമ്മുടെ മുഖം കഴുത്ത് ഭാഗം ഉണ്ടല്ലോ, അവിടത്തേക്ക് ശുദ്ധരക്തം എത്തിക്കുന്ന ധമനികളാണ് എന്ത്? കരോട്ടിഡ് ധമനി എന്ന് പറയുന്നത്. ഇനി ഫെമറൽ ധമനി എന്തുവാ? തുടയിൽ കാണപ്പെടുന്ന ഒരു പ്രധാന ധമനിയാണ് ഫെമറൽ ധമനി എന്ന് പറയുന്നത്. നമ്മുടെ താഴ്ഭാഗത്തിലേക്കൊക്കെ രക്തം എത്തിക്കുന്നതാണ് ഫെമറൽ ധമനി. എവിടെ കാണപ്പെടുന്ന? തുടയിൽ കാണപ്പെടുന്ന ധമനിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന അശുദ്ധ രക്തം എത്തിക്കുന്ന രണ്ട് സിരകളാണ്, അല്ലെങ്കിൽ രണ്ട് മഹാസിരകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആൾക്കാരാണ് ഊർധ്വ മഹാസിരയും അധോ മഹാസിരയും. അതിനകത്ത് അധോ മഹാസിരയാണ് ഏറ്റവും വലിയ സിര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ഡെങ്കി പരത്തുന്ന ഏത് തരം കൊതുകുകളാണ്? അനോഫിലസ്, ഈഡിസ് ഈജിപ്റ്റി, ക്യൂലക്സ്, ഏഷ്യൻ ടൈഗർ കൊതുകുകൾ. ഇതിനകത്ത് ഏതാണ് ഡെങ്കി പരത്തുന്നത്? ഓക്കെ, ഏതാ? ഈഡിസ് ഈജിപ്റ്റി ആണ് പരത്തുന്നത്. അനോഫിലസ് പരത്തുന്ന ഏതാ? മലമ്പനി പരത്തുന്നതാണ് അനോഫിലസ്. ക്യൂലക്സ് മന്ത്. ക്യൂലക്സ് പരത്തുന്ന ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്. ക്യൂലക്സ് പരത്തുന്ന ഏതാ? മന്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ചൈന, ഇന്ത്യ, അമേരിക്ക, സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെ? സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനീവയിൽ. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതെല്ലാമാണ്? അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛിക ചലനങ്ങളെ സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പൊ മിനുസപേശികളുടെ പ്രസ്താവന. മിനുസപേശി എന്ന് പറഞ്ഞാൽ എന്താ? മിനുസപേശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അകത്തായി കാണപ്പെടുന്ന, ശരീരത്തിന്റെ അകത്ത് കുഴല് പോലുള്ള അവയവങ്ങളിൽ കാണപ്പെടുന്ന ഒരു പേശിയാണ് എന്ത്? മിനുസപേശി. ഉദാഹരണത്തിന് രക്തക്കുഴലില്, ചെറുകുടല്, വൻകുടല്, രക്തക്കുഴല്, അന്നനാളം, ആമാശയ ഭിത്തികളില്, അതേപോലെ തന്നെ ഗർഭപേശികളിലൊക്കെ കാണപ്പെടുന്നതാണ് മിനുസപേശികൾ. ആ മിനുസപേശിയുടെ സ്ട്രക്ചർ ചോദിച്ചിട്ടുണ്ട്, ഷേപ്പ് ചോദിച്ചിട്ടുണ്ട്. എന്തുവാ മിനുസപേശികളുടെ ഷേപ്പ്? മിനുസപേശികളുടെ ഷേപ്പ് എന്താ? മിനുസപേശികളുടെ ഷേപ്പ്? സ്പിൻഡൽ ഷേപ്പ് എന്ന് പറയും. മനസ്സിലായോ? എന്താ ഷേപ്പ്? സ്പിൻഡൽ ഷേപ്പ് എന്ന് പറയും. സ്പിൻഡൽ ഷേപ്പ്. മനസ്സിലായോ? ഇതിനകത്ത് ഞാൻ കുറുകെ വര വരച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം കുറുകെ വരകളില്ല. ഇനി മിനുസപേശികളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? രക്തക്കുഴല്, ഗർഭാശയത്തിലെ പേശികൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണോ? അല്ല. അത് അനിയന്ത്രിതമായിട്ടുള്ള പേശികളാണ്. അതുകൊണ്ട് അനൈച്ഛിക പേശികളാണ്. ഓക്കെ, നമുക്കിനി സ്റ്റേറ്റ്മെന്റ് നോക്കാം. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, അത് തെറ്റാണ്. അത് അസ്ഥിപേശി എന്ന് പറയും. ഇനി രക്തക്കുഴലുകളിൽ കാണപ്പെടുന്നു, ശരിയാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു, തെറ്റാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു, ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തൊക്കെയാ? നമുക്ക് തെറ്റായ പ്രസ്താവനകളാണ് വേണ്ടുന്നത്, ഇല്ലയോ? അപ്പം 1ഉം 3ഉം ആണ് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി മിനുസപേശികളുടെ ഇത് പ്രധാനമാണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. സ്പിൻഡൽ ഷേപ്പ്. ഇനി അക്ഷാസ്ഥികളുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. വാരിയെല്ലുകൾ 24, നട്ടെല്ല് 1, മാറെല്ല് 4, തലയോട് 39. ഓക്കെ, ഇതിനകത്ത് ഏതാ ശരിയായത്? വാരിയെല്ലുകൾ 24 എന്ന് പറയുന്നത്. മനസ്സിലായോ? നട്ടെല്ല് എത്ര? നട്ടെല്ല് 26. നവജാത ശിശുക്കളാകുമ്പോഴാണ് 33. നട്ടെല്ല് ചെറിയ അസ്ഥികൾക്ക് പറയുന്ന പേരാണ് കശേരുക്കൾ. നട്ടെല്ല് 26 എണ്ണം. ഇനി മാറലിനാകുമ്പം, മാറലില് ഒരസ്ഥിയാണ്, അതിൻ്റെ പേരാണെന്ത്? സ്റ്റേർണം. ഇനി തലയോട് നോക്കിക്കഴിഞ്ഞാൽ, തലയോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖവും കപാലവും ചേർന്നതാണ്
തലയോട്. മുഖത്തിൽ 14 എണ്ണവും കപാലത്തിൽ 8 എണ്ണവും. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർത്ത് തലയോട് എന്ന് പറഞ്ഞ് 22 എണ്ണം കാണും. അതല്ല എങ്കിൽ പിന്നെ അതിനോടൊപ്പം തന്നെ ചെവിയിൽ 6 എണ്ണം, തൊണ്ട ഒരെണ്ണം. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര വരും? 22ഉം 28ഉം 1 29. അതായത് SCERT നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 29 കാണും. SCERTയിൽ നമുക്ക് 29 കാണും. നമുക്കല്ലാതെ തലയോടിന് വെച്ച് കഴിഞ്ഞാൽ 22. അറിയാവുന്നവർ ആണ് ചോദ്യം ഇടുന്നെങ്കിൽ രണ്ടും കൂടെ വരാൻ സാധ്യതയില്ല. മനസ്സിലായോ? അത് ഇത്രയും കൂടെ കൂട്ടിയാണ് SCERTയിൽ 29 പറഞ്ഞേക്കുന്നത്. തലയോട് മാത്രം കൂട്ടിയിട്ടുള്ള 22 ഇവിടെ എഴുതിയേക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്ഥലം ഏത്? കോർണിയ, വായുവറ, ഡയഫ്രം, പ്ലൂറ. എന്താ? പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് എന്ത്? പ്ലൂറ. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം എന്തുവാ? പെരികാർഡിയം. ഇതും ചോദിക്കാറുള്ളതാണ്, പെരികാർഡിയം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സന്ധികളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ഇടുപ്പല്ല് തുടയല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഗോളരസന്ധി നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാ ശരിയായ പ്രസ്താവന? വിജാഗിരി സന്ധി കാൽമുട്ടിലാണ് കാണപ്പെടുന്നത്. നമുക്ക് ഇതാ നോക്കാം. ഗോളരസന്ധി എവിടൊക്കെയാണ് കാണുന്നത്? തോളലിലും ഇടുപ്പല്ലിലും കാണുന്നു. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ആണ് എന്ത്? ഗോളരസന്ധി എന്ന് പറയുന്നത്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. നമ്മുടെ ഈ തോളലിലൊക്കെ വരുന്ന ഉണ്ടല്ലോ, ഒരു കുഴിയിലാണ് ഇത് വന്ന് കറങ്ങുന്നത്. അതാണ് ഗോളരസന്ധി. വിജാഗിരി സന്ധി എന്തുവാ? നമ്മുടെ വിജാഗിരി പോലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് മോഷന, കൈമുട്ട് കാൽമുട്ട് ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. ഇനി കീലസന്ധി എന്താ? തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും, അതാണ് ആദ്യത്തെ കശേരു എന്ന് പറയുന്നത്, അതുമായിട്ട് ചേരുന്ന ഭാഗം കഴുത്ത്, അതായത് ഇരു ദിശകളിലേക്കും ചലന സ്വാതന്ത്ര്യമാക്കുന്നതാണെന്ത്? കീലസന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതായ ചലനം സാധ്യമാക്കുന്നതാണ് തെന്നി നീങ്ങുന്ന സന്ധി. 2 അസ്ഥികളുടെ ഏതാണ്ട് പരന്ന അഗ്രഹങ്ങൾ തമ്മിൽ തെന്നി നീങ്ങുന്ന തരത്തിലുള്ള സന്ധികളാണ്. കൈക്കുഴ, കാൽക്കുഴയിലൊക്കെയാണ് തെന്നി നീങ്ങുന്ന സന്ധി കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഇടുപ്പല്ല് തുടയല്ല് ചേരുന്ന സന്ധിയാണ് കീലസന്ധി. ഇത് തെറ്റാ. ഏതാ? ഗോളരസന്ധിയാണ് ആൻസർ. ഇനി ഗോളരസന്ധി നട്ടലിന്റെ ആദ്യ കശേരുവുമായി തലയോട്ടിനെ ബന്ധിപ്പിക്കുന്നു. ഇതും തെറ്റാണ്. കീലസന്ധിയാണ് അവിടെ വരുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി 2 അസ്ഥികളുടെ ചെറുതായ ചലനം സാധ്യമാക്കുന്നു. മനസ്സിലായോ? ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ആൻസർ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയതാണ്. നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിജാഗിരി സന്ധിയും വരുന്നുണ്ട്, അതേപോലെ തെന്നി നീങ്ങുന്ന സന്ധിയുടെയും ചലനം ചെറുതായ ചലനം സാധ്യമാക്കുന്നു. ഇത് രണ്ടും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇനി ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ച ലിപ്പേസ്, ട്രിപ്സിൻ, ലൈസോസോം, അഗ്നിരസം ഇല്ലയോ? ഉമിനീരിൽ അടങ്ങിയ രാസാഗ്നി ലൈസോസോം എന്നല്ല, ലൈസോസൈം ആണ് കേട്ടോ. ലൈസോസൈം ആണ്. ലൈസോസോം എന്താ? അതൊരു കോശാംഗമാണ്. നമ്മുടെ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് എന്ത്? ലൈസോസോം എന്ന് പറയുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കാവുന്ന തന്നെ ജോലി. പക്ഷെ ലൈസോസൈം ആണ് ഉമിനീരിലടങ്ങിയ എൻസൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതും ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരിക്കണം. ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ലൈസോസൈം. ഓക്കെ, അടുത്തത് രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? അവസാന ചോദ്യമാണ്. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ഫൈബ്രിനോജൻ ഫൈബ്രിൻ നാരുകളെ ഉണ്ടാക്കുന്നു. പ്രോത്രോംബിൻ ത്രോംബിനായി മാറുന്നു. ത്രോംബോപ്ലാസ്റ്റ് എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. നമുക്ക് രക്തം കട്ടപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രക്തം കട്ടപിടിക്കൽ എങ്ങനെയാ നമുക്ക് നോക്കാം. നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു. സ്വാഭാവികമായിട്ടും ആ മുറിവ് പറ്റിയ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റ്സും എന്ത് ചെയ്യും? ഒരു എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. അതാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്നത്. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാക്കും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന എൻസൈം, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുമുണ്ട്, ത്രോംബോകൈനേസ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടിയല്ലോ. എന്താ? നമ്മുടെ കൈ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചു കഴിഞ്ഞാൽ രക്തം പോകുമല്ലോ. അപ്പൊ അവിടെ ഉള്ള ശരീരകലകളും അതേപോലെ പ്ലേറ്റ്ലെറ്റ്സും എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിന് അല്ലെങ്കിൽ ത്രോംബോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ ഉൽപ്പാദിപ്പിക്കും. ക്ലിയർ ആണല്ലോ? ഇനി
ഓർത്തിരിക്കുക, നമ്മൾ ആ മുമ്പത്തെ സ്റ്റെപ്പിൽ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നോ അതാണ് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഈ ത്രോംബോപ്ലാസ്റ്റിനെ അവർ ഉപയോഗിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? പ്ലാസ്മയിലെ പ്രോത്രോംബിൻ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. ഈ പ്രോത്രോംബിനെ, അതായത് പ്രോത്രോംബിൻ എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ് ഫോമാണ്. ഈ പ്രോത്രോംബിനെ എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ എന്താക്കി മാറ്റും? ത്രോംബിൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റും. ത്രോംബോപ്ലാസ്റ്റിനും ആരുടെയൊക്കെ സഹായമുണ്ട്? കാൽഷ്യത്തിൻ്റെയും വൈറ്റമിൻ കെയുടെ ഒക്കെ സഹായത്തോടു കൂടി പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നു. നമ്മൾ പറഞ്ഞല്ലോ തൊട്ട് മുമ്പത്തെ ആളെയാണ് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ത്രോംബിനെ ഇനി ഉപയോഗിക്കും. ത്രോംബിൻ എന്താ ചെയ്യുന്നത്? ഫൈബ്രിനോജനെ എന്താക്കും? ഫൈബ്രിൻ നാരുകളാക്കി മാറ്റും. ആരാക്കി മാറ്റും? ത്രോംബിൻ ആക്കി മാറ്റും. മനസ്സിലായോ? ത്രോംബിൻ ആക്കി മാറ്റും. ഇപ്പം ഫൈബ്രിൻ നാരുകൾ ഉണ്ടായല്ലോ. ഈ ഫൈബ്രിൻ നാരുകൾ എന്ത് ചെയ്യും? നമ്മുടെ ഇപ്പം കയ്യിൽ, ഇത് കയ്യാന്ന് വിചാരിച്ചോ, ഇത് നമ്മുടെ കയ്യാന്ന് വിചാരിച്ചു. ഈ കയ്യിൽ നമുക്ക് ഇവിടെ ഒരു മുറിവ് സംഭവിച്ചു. ഈ ഫൈബ്രിൻ നാരുകൾ എന്ത് ചെയ്യും? ഈ മുറിവിൽ ഇങ്ങനെ കിടക്കും. ഒരു നെറ്റ്വർക്ക് പോലെ ഈ ഫൈബ്രിൻ നാരുകൾ വന്ന് ആ മുറിവിനെ അങ്ങ് വയ്ക്കും. എന്നിട്ട് ഇതിനകത്തൂടെ പുറത്തു പോകാൻ സാധ്യതയുള്ള RBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ തടഞ്ഞു നിർത്തും. അങ്ങനെയാണ് ഈ രക്തം കട്ടപിടിക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുന്നത്. ക്ലിയർ ആണോ? അപ്പം ഫൈബ്രിൻ നാരുകൾ എന്ത് ചെയ്യും? മുറിവുണ്ടായ ഭാഗത്ത് ഒരു നെറ്റ്വർക്ക് പോലെ, വലക്കണ്ണി പോലെ കെട്ടിപ്പിടിക്കുകയും അവിടെ കെട്ടിപിണഞ്ഞടക്കുകയും അതിലേക്കൂടെ പോകാൻ സാധ്യതയുള്ള RBCനെയും പ്ലേറ്റ്ലെറ്റ്സിനെയൊക്കെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. ഇതാണ് രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇത്രയും നടക്കാൻ വേണ്ടി, അതായത് രക്തം കട്ടപിടിക്കാൻ നമുക്ക് ഏകദേശം 8 തൊട്ട് 15 മിനിറ്റ് വരെയാണ് വേണ്ടത്. ക്ലിയർ ആണോ? ഇതാണ് രക്തം കട്ടപിടിക്കൽ. നമുക്കിതാ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ മുറിവ് സംഭവിച്ച് അതൊക്കെ പൊറ്റ പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലോ, എന്നിട്ട് അതിനകത്തൊന്ന് തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും രക്തം പുറത്തോട്ട് ചാടും, ഇല്ലയോ? അതായത് ഈ നെറ്റ്വർക്ക് പൊട്ടുന്നതാണ്. പൊട്ടുമ്പോഴത്തേനും വീണ്ടും രക്തം ഒഴുകും. പിന്നെ നമ്മൾ ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും ഈ പ്രോസസ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതാണ് രക്തം കട്ടപിടിക്കൽ. നമുക്ക് നോക്കാം, ഇനി ഇതിൻ്റെ ആൻസർ നോക്കാം. എന്താ ആൻസർ? ആദ്യം ഉണ്ടാവുന്ന എന്തുവാ? ആദ്യത്തെ സ്റ്റെപ്പ് എന്തുവാ? ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതെന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ്റെ സഹായത്തോടു കൂടി പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ത്രോംബിൻ്റെ സഹായത്തോടു കൂടി ഫൈബ്രിനോജനെ ഫൈബ്രിൻ നാരുകളാക്കും. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ ശരിയായ ക്രമം എങ്ങനെയാ? 3, 2, 1. അപ്പോൾ ആൻസർ ഏതാ? ഡി. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അപ്പം ഇത്രയാണ് നമുക്ക് അത്യാവശ്യം നോക്കാനുള്ള ചോദ്യങ്ങൾ. വരാനിരിക്കുന്ന VFA, ബെവറേജ് LD പോലുള്ള പരീക്ഷകൾക്ക് ഈ ഒരു ലെവലിൽ ചോദ്യങ്ങളും ഇതിനപ്പുറത്തേക്കും ഇതിന് താഴത്തെ ലെവലിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്കിനിയും ഇതേപോലെ കുറേ ചോദ്യങ്ങളായിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും നന്ദി.